നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യാം. ഹരി ഓം. യസ്യാന്തന്നാദിമദ്ധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീം നാകാരം നൈവകാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാ രാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. വേദാന്താർത്ഥവിഭാസകായേതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഘപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിതാം ബിഭ്രതേ. തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനെ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം. സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. കരുണാപൂർണസുധാബ്ധേ കബളിതഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചലപരമാത്മൻ അരുണോ ഭവ ചിത്തകഞ്ചസുവികാസായ. ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ഛിദ്രം. ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോഃ തേ വദന്തി ഹൃദയം നാമ. അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാം. അവഗമ്യ സ്വം രൂപം ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൗ. ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം. ധ്യായൻ പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വയി മഹീയം തേ. ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജത്തെ അനന്യപ്രീത്യാ. സ ജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജതാവാം. പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. അരുണാചലശിരോദ്ഭൂതസമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേതം രമണാഖ്യമഹം മഹഃ. യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രലീയതേ. ഏനേദം ധാര്യതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ. ഹരി ഓം. എനിക്കേറ്റവും സമാദരണീയനും ബഹുമാന്യനുമായ ശ്രീ കൃഷ്ണ കുമാർ സാറ് തന്നെ ഇവിടെ വന്ന് കുറച്ചുനേരം തുടങ്ങിത്തന്ന് ഒരനുഗ്രഹം ചെയ്തു. മഹാപണ്ഡിതനായ അദ്ദേഹത്തിന്റെ
പിതാവിന് ശ്രീ രമണ ഭഗവാനോടുള്ള ബന്ധമും രമണ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ളതുമൊക്കെ നമ്മളുടെ മുമ്പിൽ ഇവിടെ വെച്ച് പറയുകയും ചെയ്തതുകൊണ്ട് വളരെ ഭദ്രമായിട്ടുള്ള മംഗളമായിട്ടുള്ള ഒരു ആരംഭമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഈ പരമ്പരയിൽ വന്ദേ ഗുരുപരമ്പരാം എന്നാണ് ഈ സത്സംഗ പരമ്പരയ്ക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഗുരു ആരാണ്, ആചാര്യൻ ആരാണ്, അധ്യാപകൻ ആരാണ്? നമ്മളിപ്പോ ഗുരു എന്നുള്ള വാക്ക് സർവസാധാരണമായിട്ട് പ്രയോഗിക്കാറുണ്ട്. എല്ലാവർക്കും ഗുരു എന്നുള്ള വിശേഷണം കൊടുക്കാറുണ്ട്. അധ്യാപകന്മാരും ആചാര്യന്മാരും സാധാരണമായിട്ട് കിട്ടിയേക്കാം. ഗുരു അങ്ങനെയല്ല. ഗുരു ഒരിക്കലും എല്ലാവർക്കും ഉള്ള ആളല്ല. സാധാരണ തന്നെ ഗുരുശബ്ദത്തിന് വ്യുത്പത്തി പറയണത് അന്ധകാരത്തിനെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. എന്നുവെച്ചാൽ ഒരു മഹാത്മാവ് അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചോദിക്കും, അച്ഛനാണോ ആദ്യം ജനിച്ചത്, മകനാണോ? സാധാരണ നമ്മൾ ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞാൽ അച്ഛനാണ് എന്ന് പറയും. പക്ഷെ മകൻ ജനിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അച്ഛൻ എന്ന പേര് വരുന്നത്. അതേപോലെ ഒരു വ്യക്തിക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ, ജ്ഞാനമുണ്ടാകുക എന്ന് വെച്ചാൽ അറിവ് പാണ്ഡിത്യം ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയണത്. വ്യക്തിയുടെ വ്യക്തി അല്ലാതായിട്ട് തീരുമ്പോൾ, ചുരുക്കത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ അതിന് കാരണഭൂതമായിട്ടുള്ള കേന്ദ്രത്തിന് പേരാണ് ഗുരു. എന്നുവെച്ചാൽ ആ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോഴാണ് അതിന് കാരണമായിട്ട് ആരാണോ അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഗുരുത്വം സിദ്ധിക്കുന്നത്. അപ്പൊ ഒരാളെയും നമ്മൾക്ക് പോയി നിങ്ങൾ എന്റെ ഗുരുവാണെന്ന് വരിക്കാൻ പറ്റില്ല. ആചാര്യനാണെന്ന് വരിക്കാം, അധ്യാപകനാണെന്ന് വരിക്കാം. ഗുരു ഉണ്ടാവേണ്ടതാണ്. ഞാൻ എന്നിൽ ശിഷ്യത്വം ജനിക്കുമ്പോഴാണ് അതിന് കാരണമായ ആള് ഗുരു ആവുന്നത്. എനിക്ക് സ്വാനുഭൂതി ഉണ്ടാകുമ്പോൾ, അതിന് നിങ്ങൾ ഭഗവത് അനുഭവം എന്ന് പറയാം, ബ്രഹ്മാനുഭവം എന്ന് പറയാം, എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ. ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു, വദന്തി തത്വവിദഃ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. പേരിലെ വ്യത്യാസമുള്ളൂ. ബ്രഹ്മമെന്നും ഭഗവാൻ എന്നും പരമാത്മാവെന്നും. ഭക്തന്മാര് ഭഗവാൻ എന്ന് പറയുന്നു, ഉപനിഷത്ത് ഋഷികൾ ബ്രഹ്മമെന്ന് പറയുന്നു, വേറെ ചിലര് യോഗികൾ പരമാത്മാ എന്ന് പറയുന്നു. പേരിലാണ് വ്യത്യാസം. യജ്ഞാനം അദ്വയം, രണ്ട് ഇല്ലാത്ത അനുഭവം എന്നുവെച്ചാൽ അഹങ്കാരത്തിന്റെ നിശേഷമായ ക്ഷയം ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് സ്വാനുഭവം ഉണ്ടാവണത്, ആത്മാനുഭവം ഉണ്ടാവണത്. എന്നുവെച്ചാൽ അയാൾ വ്യക്തി അല്ലാതായിട്ട് തീരും. സ്വയമേവ അദ്ദേഹം സത്യം തന്നെ ആയിട്ട് തീരും. അതിന് കാരണമായിട്ട് ആരെങ്കിലും അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് പിന്നീടാണ് കണ്ടെത്തുന്നത്, ഐഡന്റിഫൈ ചെയ്യണത്. അപ്പൊ ഗുരുതത്വത്തിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നതെങ്കിൽ, ഗുരു ഇല്ലാതെ സാക്ഷാത്കാരം ഉണ്ടാവില്ല, ഗുരു ഇല്ലാതെ ഈശ്വരാനുഭവം ഉണ്ടാവില്ല.
പക്ഷെ ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമല്ല. വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ബാഹ്യരൂപം മാത്രമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, രമണ മഹർഷിക്ക് ഗുരുവില്ല എന്ന്. നമ്മളെ ഗുരു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയെയാണ് ധരിക്കുന്നതെങ്കിൽ മഹർഷിക്ക് ബാഹ്യമായ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗുരുവില്ല. പക്ഷേ അരുണാചല അക്ഷരമണമാല എന്ന് പറഞ്ഞൊരു 108 പാട്ടുകൾ രമണ ഭഗവാൻ എഴുതിയിട്ടുണ്ട്. അരുണാചല പർവ്വതത്തിനെ സ്തുതിക്കുന്നതായിട്ടാണ്. എന്നുവെച്ചാൽ അതിനെ പരമേശ്വര സ്വരൂപമായി, ഈശ്വര സ്വരൂപമായി സ്തുതിക്കുന്നതായിട്ടാണ്. അതിലൊരു പാട്ടില് മഹർഷി പറയുന്നു, കുற்றമുറ്റ് അറുത്തനെ ഗുണമായി പണിത്ത് ആൾ ഗുരുഗുരുവായി ഒളിർ അരുണാചല. ഹേ അരുണാചല, എന്റെ കുറ്റം മുഴുവൻ നീക്കി, എന്റെ വ്യക്തിത്വം ഇല്ലാതാക്കി, അല്പം പോലും എന്നിൽ അഭിമാനമോ അഹങ്കാരമോ അവശേഷിക്കാതെ, ഞാനും നീയും രണ്ടായിട്ടിരിക്കാതെ നമ്മൾ തമ്മിൽ ഒന്നാവുന്ന രീതിയിൽ എനിക്ക് അനുഗ്രഹം ചെയ്ത് എന്റെ മുമ്പിൽ ഗുരുവായിട്ട് പ്രകാശിക്കുന്നതാണ്. ഗുരുഗുരുവായി ഒളിർ അരുണാചല. അപ്പൊ ഗുരു അവിടെ ആരാ? ആ പർവ്വതത്തിനെ അദ്ദേഹം പർവ്വതമായിട്ടോ കല്ലായിട്ടോ അല്ലെങ്കിൽ ജഡമായ ഒരു വസ്തുവായിട്ടോ മഹർഷി കണക്കാക്കിയിരുന്നില്ല. അത് ഈശ്വര സ്വരൂപമായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അതും ഈശ്വരൻ എന്ന് വെച്ചാൽ ഇവിടെ ഗുരു എന്ന് തന്നെ അർത്ഥം. ഈശ്വരോ ഗുരുഹു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഒരു ജീവൻ സംസാര ദുഃഖം കൊണ്ട് വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് തനിക്ക് വിമുക്തി കിട്ടാനായി തനിക്ക് അറിയാത്തതായ അചിന്ത്യ ശക്തിയെ ഈശ്വരനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ അചിന്ത്യ ശക്തി ഈ ജീവന്റെ മുമ്പിൽ ഒരു സദ്ഗുരുവായി വരികയും ബഹിർമുഖമായ ഈ ജീവന് തത്വോപദേശം ചെയ്ത് മനസ്സിനെ അന്തർമുഖമാക്കി തിരിച്ചുവിടുകയും ചെയ്താൽ ബാഹ്യഗുരുവിന്റെ പണി കഴിഞ്ഞു. ബാഹ്യഗുരു ഇത്രയ്ക്കേ ഉള്ളൂ. ഇയാളുടെ സകല ദുഃഖത്തിനും കാരണം ബഹിർമുഖമായിട്ടുള്ള ചിത്തവൃത്തിയാണ്. മനസ്സ് പുറമേക്ക് ചുറ്റി അലഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശാന്തിയില്ലാതിരിക്കുന്ന ജീവൻ ശാന്തിക്ക് എന്താ വഴി എന്ന് ആലോചിച്ച് പലയിടത്തും ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ പുറമേക്കൊരു വിഗ്രഹത്തിലോ രൂപത്തിലോ ഈശ്വരനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നത് അകമേയുള്ള അന്തര്യാമിയാണ്. ആ അന്തര്യാമി തന്നെ പുറമേക്ക് ഒരു സദ്ഗുരുവിന്റെ രൂപം ധരിച്ച് വരികയും വരുന്നതിന്റെ കാര്യം എന്താ? ബഹിർമുഖമായി ഇയാളുടെ മനസ്സിനെ അകമേക്ക് തിരിച്ചുവിടണം. കാരണം നമ്മൾ അന്വേഷിക്കുന്ന ശാന്തി, പൂർണ്ണത നമ്മളുടെ അകമേ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മളിൽ അത് ഒളിഞ്ഞിരിക്കുന്നു. എല്ലാ സദ്ഗുരുക്കന്മാരും മഹാത്മാക്കളും അവർക്ക് ദേശികൻ എന്നാണ് സംസ്കൃതത്തിൽ പേര്. ദേശികൻ എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ആള് എന്നർത്ഥം. അതവിടെ ഉണ്ട് എന്ന്. ദിശതി, ഉപദിശതി. ഉപ എന്ന് വെച്ചാൽ വളരെ അടുത്ത്, ഇനി അടുത്താവാൻ പറ്റില്ല, അത്രയധികം അടുത്ത്, സമീപത്തിൽ സത്യത്തിനെ നിങ്ങളിൽ തന്നെ ഇനി അടുക്കാൻ വയ്യാത്ത വിധത്തിൽ അടുപ്പിച്ച് സത്യത്തിനെ കാണിച്ചു തരുന്നത് കൊണ്ട് ഗുരുവിന് ദേശികൻ എന്നു പേരും. മൂക്കത്ത് വെച്ച കണ്ണട കാണാനില്ല എന്ന് പറഞ്ഞ് സർവത്ര അന്വേഷിച്ച് നടക്കും അല്ലേ? കണ്ണട ഉള്ള ആളുകൾക്കൊക്കെ ഉള്ള അനുഭവമാണ്. അന്വേഷിക്കുന്നത് എങ്ങനെയാ? കണ്ണടയിലൂടെ തന്നെയാണ് കണ്ണട അന്വേഷിക്കുന്നത്. കണ്ണടയിലൂടെ തന്നെ തെരഞ്ഞു നടക്കാണ്. അവസാനം ആരെങ്കിലും പറയുന്നു, എന്തു വിഡിത്തമായി കാണിക്കണത്, മൂക്കത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തൊട്ടു നോക്കി അതിന് എത്ര നേരം വേണം കണ്ണട മൂക്കത്തുണ്ടെന്ന് കാണാൻ? ഒരു ക്ഷണനേരം പോലും വേണ്ട. റെക്കഗ്നിഷൻ ആണ് ഇതിന് സംസ്കൃതത്തിൽ പ്രത്യഭിജ്ഞ എന്ന് പറയാം. പ്രത്യഭിജ്ഞയാണ്. സത്യം നമ്മളിൽ ഉണ്ടെന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയതാണെന്നും ശ്രദ്ധ, സാക്ഷാത്കാരത്തിന്, ഭഗവത് അനുഭവത്തിന് ശ്രദ്ധയാണ് മുഖ്യം, സാധനയല്ല. പക്ഷെ സാധനകളൊക്കെ വേണം. ഇപ്പൊ ഭജനയും നാമസങ്കീർത്തനവും ജപവും
കർമ്മയോഗാനുഷ്ഠാനവും ഒക്കെ നമുക്കൊരു തരത്തിൽ തപസ്സാണ്. ആ തപസ്സിന്റെ കാര്യം ശ്രദ്ധയെ ഉണർത്താൻ മാത്രമാണ്. തപസാ ശ്രദ്ധ, ശ്രദ്ധയാ മേധ, മേധയാ മനീഷ, മനീഷയാ മനഃ, മനസാ ശാന്തി എന്ന് വേദം പറഞ്ഞുകൊണ്ട് പോകുന്നു. വിജ്ഞാനേന ആത്മാനം വേദയതി. തപസാ ശ്രദ്ധ, തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണരും. അപ്പൊ നാമസങ്കീർത്തനമോ ഭജനയോ ഭക്തിയോ നിഷ്കാമ്യമായ കർമാനുഷ്ഠാനങ്ങളോ ഒക്കെ തന്നെ ചിത്തത്തിനെ ശുദ്ധമാക്കി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അപൂർവമായ ഒരു ശക്തിയെ ഉണർത്തിവിടും. ആ ശക്തിക്ക് ശ്രദ്ധ എന്നു പേര്. ആ ശ്രദ്ധ ഉണർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വയമേവ സത്യത്തിനെ കണ്ടെത്തിക്കൊള്ളും. ബാഹ്യമായി വരുന്ന സദ്ഗുരുവിനും പണി എന്താന്ന് വെച്ചാൽ ഈ ശ്രദ്ധയെ അതിന്റെ മൂലത്തിലേക്ക് തന്നെ തിരിച്ചുവിടാനാണ് പുറമേ നിന്നൊരു ഗുരു. ഈ ശ്രദ്ധയെ പുറമേക്ക് വിട്ടാൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു, വളരെ ശക്തിയുണ്ട് ഈ ശ്രദ്ധയ്ക്ക്. എന്തിലേക്ക് വിടുന്നു അതിനെക്കുറിച്ചുള്ള സകല അറിവും അത് കൊണ്ടുവരും. യോ യത് ശ്രദ്ധ സയേവ സഹ. യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി. ശ്രദ്ധ എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് ഇയാൾക്ക് ഫലം കിട്ടും. ഇപ്പൊ ഈ ശ്രദ്ധയെ തന്നിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണെങ്കിൽ തന്റെ യഥാർത്ഥ സ്വരൂപം മറ നീങ്ങി, മേഘം നീങ്ങുമ്പോ സൂര്യൻ പ്രകാശിക്കണ പോലെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങുമ്പോ ആത്മസൂര്യൻ, ആത്മതത്വം ഹൃദയത്തിൽ പ്രകാശിക്കും. ആ മറ നീക്കാനും, അഥവാ മറയ്ക്ക് പുറകിൽ ഇപ്പൊ മേഘമുള്ളപ്പോഴും സൂര്യനുണ്ടല്ലോ. സൂര്യനുള്ളത് കൊണ്ടാണല്ലോ മേഘമുണ്ടെന്ന് പോലും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ മേഘത്തിനെ ആര് കാണും? മേഘം സൂര്യനെ മറച്ചിട്ടില്ല, നമ്മളുടെ കണ്ണിനെയും മറച്ചിട്ടുള്ളൂ. അതേപോലെ അജ്ഞാനം നമ്മളുടെ ബുദ്ധിയെ മറച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് നീങ്ങിയാൽ സ്വരൂപം സദാ സിദ്ധമാണ്. ഭഗവാൻ നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തുവാണ്. ഈശ്വര സാക്ഷാത്കാരം കഴിഞ്ഞുപോയ കാര്യമാണ്. ഭൂതവസ്തു വിഷയം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. കഴിഞ്ഞുപോയ വിഷയമാണ്, ഇനി കിട്ടേണ്ടതല്ല, സദാസിദ്ധമാണ്. എപ്പോഴും ഭഗവാൻ നമുക്ക് നമ്മളുടെ സ്വസ്വരൂപമായി കിട്ടിയിട്ടുള്ള വസ്തുവാണ്. ഇനിയും കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ ശരീരമോ മനസ്സോ ഒന്നും തന്നെ കിട്ടിയിട്ടുള്ള വസ്തുക്കളല്ല. നമ്മളുടെ വ്യക്തിത്വം കിട്ടിയിട്ടുള്ള വസ്തുവല്ല. അത് നമുക്ക് സിദ്ധമേ അല്ല. അത് സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ എത്ര തന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും എന്നെങ്കിലുമൊക്കെ വിട്ടുപോകും. വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണത്. ശരീരവും മനസ്സും അഭിമാനവും ബുദ്ധിയും ഒക്കെ പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു പരിണാമവും കൂടാതെ നമുക്ക് സദാ സിദ്ധമായിട്ടുള്ള ഒരു വസ്തു നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നു. അഥവാ ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയാൻ വയ്യ, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അനുഭവത്തിൽ വരാതെ ഇരിക്കണു. ചിത്തവൃത്തികൾക്കിടയിലൊക്കെ തന്നെ അതിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്ന അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപമായി സത്യം സദാ പ്രകാശിക്കണം. അത്ര അടുത്താണ്. സർവേഷാം പ്രസിദ്ധത്വാത് ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യത്തിലും മറ്റുമൊക്കെ പറയണു, ആത്മാ ബ്രഹ്മം എന്ന് പറയണത് ആർക്കും കിട്ടാത്ത വസ്തുവൊന്നുമല്ല, എല്ലാവർക്കും വളരെയധികം സിദ്ധമാണ്, കിട്ടിയിട്ടുള്ളതാണ്, അനുഭവത്തിലുള്ളതാണ്. അനുഭവത്തിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതൊന്ന് അനുഭവത്തിലുണ്ടോ അത് കിട്ടാത്ത പോലെയും, ഏതൊന്ന് കിട്ടിയിട്ടുള്ളതേ അല്ലയോ ആ ലോകവും ശരീരവും മനസ്സും ഒക്കെ നമുക്ക് പ്രായോഗികമായി സിദ്ധിച്ച വസ്തുക്കളായിട്ടും ഒക്കെ തോന്നുന്നു. ശരീരവും മനസ്സും പ്രായോഗികമായി സിദ്ധവസ്തുക്കളല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിരൂപണം ചെയ്യാൻ ആർക്കും ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ശാസ്ത്രമൊന്നും തികച്ചും വ്യക്തമായി ഒന്നും പറയാത്തത്. ലോകത്തിനെ കുറിച്ചോ ശരീരത്തിനെ കുറിച്ചോ ഒന്നും പെർഫെക്റ്റ് സയൻസ് സാധ്യമല്ലാതായിരിക്കാൻ കാരണം പരിണമിച്ചുകൊണ്ടേയിരിക്കും, പറ്റിച്ചുകൊണ്ടേയിരിക്കും. അത് മായയുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് നമുക്ക് സദാസിദ്ധമായിട്ടുള്ളതാണ് നമ്മളുടെ വ്യക്തിത്വം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. ആ അനുഭവം നമ്മൾക്ക് സദാ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മുഴുവൻ അന്ധകാരമാക്കിയാൽ അടുത്തുള്ള ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ അവനവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും സംശയം തോന്നില്ല. നല്ലവണ്ണം ഉറപ്പുണ്ട്. അടുത്തുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് പോയാൽ അറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് ഇന്ദ്രിയങ്ങൾ വേണ്ട. അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് കാണണം, അല്ലെങ്കിൽ തൊട്ടു നോക്കണം, അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കണം.
എന്തെങ്കിലും വേണം. എന്തെങ്കിലും ഇന്ദ്രിയത്തിനെ ഉപയോഗിക്കാതെ എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവും ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്തിനു പറയണു? എന്റെ ശരീരം പോലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇന്ദ്രിയം വേണം, സെൻസേഷൻ വേണം. സെൻസേഷൻ ഇല്ലെങ്കിൽ ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്റെ ഒരു കൂട്ടുകാരൻ കാല് ആംബ്യൂട്ടേറ്റ് ചെയ്തെടുത്തു. പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണ് വന്നു. 5-6 മാസമായി ആംബ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട്. ഫോണ് വന്നപ്പോ തനിക്ക് കാലില്ല എന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് പോയി ഫോൺ എടുക്കാനായിട്ട് ചോട്ടിൽ വീണു. എന്നുവെച്ചാൽ കാലുണ്ടോ ഇല്ലയോ എന്ന് അറിയണത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതുപോലും സ്വതന്ത്രമായി ഞാൻ ഉണ്ട് ഇല്ല എന്ന് പറയണില്ല. നമുക്ക് നല്ലവണ്ണം ഉറപ്പുള്ള കാര്യം, സ്വസംവേദ്യമായിട്ടുള്ള കാര്യം, സ്വയം പ്രകാശമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അതിന് പ്രജ്ഞാനം എന്ന് പേര്. അത് ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ ഒന്നും സഹായം കൂടാതെ തന്നെ സ്വയം അനുഭവത്തിൽ വരുത്തുന്നതാണ് ഞാൻ 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 എന്ന അനുഭവം. അതിന് മാത്രമാണ് അനുഭവം എന്ന് പേര്. അനുഭൂതി സ്വപ്രകാശ. അനുഭൂതി എന്നുള്ളത് സ്വയം പ്രകാശമാണ്. അതിനെ അറിയാൻ വേറെ ആരും വേണ്ട, അത് സ്വയമേവ അറിയും. പക്ഷേ ഇത്രയൊക്കെ ഇപ്പൊ പറഞ്ഞാലും നമുക്ക് വേദാന്തത്തിന് പരിചയമില്ലെങ്കിൽ, ശ്രവണ സംസ്കാരം ഇല്ലെങ്കിൽ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിലും എന്ത് പ്രയോജനം? അതിലേക്ക് ശ്രദ്ധ പോണില്ലല്ലോ. അത് ഈശ്വരതത്വമാണെന്നോ നിത്യമുക്തമായ വസ്തുവാണെന്നോ ഉള്ള അനുഭവം വരണില്ലല്ലോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. ആ സംശയം തീർക്കാനാണ് ബാഹ്യമായൊരു ആചാര്യന്റെ ആവശ്യം വരണത്. സത്യം നമുക്ക് വളരെ അടുത്തിരിക്കണം, ഏറ്റവും അടുത്തിരിക്കണം, വളരെ സുലഭമായി സിദ്ധിച്ചിരിക്കുന്നു. എന്നിട്ടും ആ സത്യത്തിനെ നേടിയെടുത്തവരൊക്കെ പറയണു വളരെ സുലഭമെന്ന്. ഭാഗവതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഭഗവത് സാക്ഷാത്കാരം നേടിയ ആള് പ്രഹ്ലാദനാണ്. ഒരു പരിശ്രമമില്ല. ധ്രുവനൊക്കെ 5 മാസം കഠിനമായി തപസ്സൊക്കെ ചെയ്തു. ഈ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോ തന്നെ നാരദൻ പറഞ്ഞത് ബുദ്ധി കൊണ്ടല്ല, കാരണം ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് ബുദ്ധി വളരുമോ? കൃപ കൊണ്ട് തന്നെ സിദ്ധിച്ചു. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു അസുരകുട്ടികളോട്, ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. നഹി അച്യുതം പ്രീണയത്തോ ബഹ്വായാസോ അസുരാത്മജ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത. ഭഗവാൻ സിദ്ധവസ്തുവാണല്ലോ, കിട്ടിയിരിക്കുകയാണല്ലോ, എന്ത് വിഷമം? അവർക്കൊന്നും മനസ്സിലാവണില്ല. അവരൊക്കെ പറയണതൊക്കെ ഒരുപാട് തപസ് ചെയ്യേണ്ടതല്ലേ. ഇപ്പൊ പ്രഹ്ലാദൻ പറയണ തപസ്സോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. എങ്ങനെയാ കിട്ടിയ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ജനിക്കുമ്പോഴേ എങ്ങനെയാ? എന്റെ അമ്മ പറഞ്ഞു, ഞാൻ ഗർഭത്തിലിരിക്കുമ്പോ നാരദ മഹർഷി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അത്ര സുലഭമെന്ന് കിട്ടിയവർ പറയണു. രമണ ഭഗവാനും രമണ മഹർഷിയും അയ്യേ അതിസുലഭം ആത്മവിത്തൈ എന്ന് പറഞ്ഞ് തമിഴിലൊരു പാട്ട് എഴുതി. ഇത്ര സുലഭമായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ്. കാരണം അത് കിട്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിനൊക്കെ എന്തെങ്കിലും പരിശ്രമം വേണം. ഇതിലൊന്നും പരിശ്രമിക്കാനില്ല, സിദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ പാരഡോക്സ് എന്താന്ന് വെച്ചാൽ, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഏറ്റവും സുലഭമാണ്, ഏറ്റവും വിഷമം പിടിച്ചതുമാണ്. അതിന്റെ സൗലഭ്യം എന്താന്ന് വെച്ചാൽ അത് കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതിന്റെ വൈഷമ്യം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രവൃത്തിയിലും ബാഹ്യലോകത്തിലും ഉള്ള സമ്പർക്കത്തിലുള്ള രുചിയാണ് അതിന്റെ വൈഷമ്യം. അതൊന്ന് വിട്ടുവരാൻ ബുദ്ധിമുട്ട്. ഗീതാഭാഷ്യത്തിൽ 18ാമത്തെ അധ്യായത്തിൽ ശങ്കരാചാര്യരും ഇത് പറയുന്നുണ്ട്. ആത്മവിദ്യ സുസമ്പാദ്യ, വളരെ എളുപ്പത്തിൽ സമ്പാദിക്കാവുന്നതാണ്. പിന്നെ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബാഹ്യാകാര നിവൃത്ത ബുദ്ധീനാം സുസമ്പാദ്യ. പുറമേ നിന്നും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അന്തർമുഖമായാൽ സത്യം അവിടെ നമ്മളെ കാത്തുകൊണ്ട് ജന്മജന്മങ്ങളായിട്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ സർവക്ഷമയോടുകൂടെ ഉള്ളിൽ അന്തര്യാമിയായി കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചവരാണ് മഹാത്മാക്കളായിട്ട് തീർന്നത്, ഋഷീശ്വരന്മാരായിട്ട് തീർന്നത്. അവരൊക്കെ ഏതോ ഒരു അപൂർവ മുഹൂർത്തത്തിൽ ആ സത്യത്തിനെ ശ്രദ്ധിച്ചു. അതും രമണ മഹർഷിയുടെ ചരിത്രം നോക്കിയാൽ ഈ ബ്രഹ്മവിദ്യ എത്ര നാച്ചുറലാണ് എന്ന് മനസ്സിലാവും. ഈ ഭഗവാന്റെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു വൈശേഷ്യം, ഒരു സവിശേഷത അതാണ്.
ബാഹ്യമായി അദ്ദേഹം ഈ പ്രഹ്ലാദന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ബാഹ്യമായി ഇതൊന്നും അറിഞ്ഞു പരിശ്രമിച്ചിട്ടേയില്ല. വളരെ അദ്ഭുതമായ ഒരു ജീവിതം. മഹർഷി തന്നെ അരുണാചല അഷ്ടകം എന്ന് പറഞ്ഞ് 8 ശ്ലോകങ്ങളായിട്ട് അതിൽ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ തന്റെ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ട്. തമിഴിലാണത്. അതിൽ തനിക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ആ ജീവിതത്തിലേക്ക് അല്പം കടന്നുകൊണ്ട് ആ ഉപദേശത്തിലേക്ക് വരാം. മഹർഷിയുടെ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതമല്ല. സത്യം കണ്ടെത്തിയ എല്ലാ മഹാത്മാക്കളുടെ ജീവിതവും അങ്ങനെയാണ്. അവർ വ്യക്തികളല്ല. എങ്കിലും മഹർഷിയുടെ ജീവിതം ആരംഭം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. നമ്മളുടെ സനാതനധർമ്മത്തിൽ പരമപ്രമാണമായി എടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകൾക്ക് പ്രാമാണ്യം പറയാൻ കാരണം മറ്റു മതസ്ഥർക്ക് വേണമെങ്കിൽ വാദിക്കാം, ബൈബിള് പ്രമാണമാണ്, ഖുർആൻ പ്രമാണമാണ് എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ നിങ്ങൾ ഉപനിഷത്ത് പ്രമാണമാണെന്ന് പറയണത് എന്ന് ചോദിക്കാം. അങ്ങനെയല്ല. ബൈബിളോ ഖുർആനോ എന്തിനു പറയണു, നമ്മളുടെ പുരാണങ്ങളാണെങ്കിലും വിശ്വാസത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നതാണ്. പക്ഷെ ഉപനിഷത്ത് പറയണത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുള്ളതായ ഒരു അനുഭവത്തിനെ യുക്തി കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. അതിന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. സത്യത്തിനെ അറിയണമെന്നുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ സത്യത്തിനെ കാണിച്ചു തരാം. സത്യം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. ആ സത്യത്തിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയും. വേണ്ട മാർഗത്തിൽ വിചാരം ചെയ്തു വന്നാൽ മതി. ഉപനിഷത്തുകൾക്ക് പരമപ്രാമാണ്യം കൽപ്പിക്കാൻ കാരണം അവ അപൗരുഷേയമാണെന്നാണ്. അപൗരുഷേയം എന്ന് വെച്ചാൽ ഒരു പുരുഷന്റെയും മനസ്സോ ബുദ്ധിയോ അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസ് ഒന്നും അതിൽ കലങ്ങിയിട്ടില്ല. പുരാണങ്ങളിലൊക്കെ കലങ്ങിയിട്ടുണ്ട്, സ്മൃതികളിലൊക്കെ കലങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു വിഷ്ണുവിനെ കുറിച്ചോ ശിവനെ കുറിച്ചോ പ്രത്യേക ദേവതകളെ കുറിച്ചോ ഒക്കെ പറഞ്ഞു വരുന്നതുകൊണ്ട് സാധനയ്ക്ക് അതൊക്കെ സഹായിക്കും. പക്ഷെ സത്യത്തിനെ നിശ്ചയിക്കേണ്ട കാര്യം വരുമ്പോ ശണ്ടയും രാഗദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉപനിഷത്തുകളിൽ ആ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു വ്യക്തിയുടെ ഒപ്പീനിയനും ഇല്ല, ഒരു വ്യക്തിയുടെ അഭിപ്രായവുമില്ല. വ്യക്തി തന്നെ ഇല്ലാത്ത മണ്ഡലത്തിൽ സത്യം സ്വയമേവ ആ വ്യക്തിയെ ഒരു ചാനൽ ആക്കി വെച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് ഉപനിഷത്തുകൾ. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും ഒരു 10 ഉപനിഷത്തുകളെ എടുത്തു മാറ്റിവെച്ചു. എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ പിന്നെയും കുറെ വ്യക്തികൾ കലങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ സത്യം പറയുന്നുണ്ടെങ്കിലും പിന്നെ ഹനുമാൻ പറഞ്ഞു, വിഷ്ണു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നുപോകും. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു. ഒരു 10 ഉപനിഷത്തുകളെ പ്രത്യേകിച്ചെടുത്തു. എന്താന്ന് വെച്ചാൽ അതിൽ വ്യക്തികളേ ഇല്ല. സത്യം ഏതോ ഒരു വ്യക്തിയെ കാരണമാക്കിക്കൊണ്ട് ലോകത്തിൽ ആവിർഭവിച്ചതാണ്. അതേപോലെ രമണ മഹർഷിയുടെ കഥയിലും മഹർഷിയെ ഒരു ചാനലാക്കി വെച്ചുകൊണ്ട് ആ സത്യം അതിലൂടെ ആവിർഭവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം നിന്നുകൊടുത്തു, അത്രേ ഉള്ളൂ. ഒരു വിധത്തിലും ആ കുട്ടിയുടെ കഥയിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ ഈ സാക്ഷാത്കാരം ഉണ്ടായത്. ആ കുട്ടിക്ക് വെങ്കട്ടരാമൻ എന്ന് തന്നെയാണ് മഹർഷിക്ക് പേര്. വെങ്കട്ടരാമന്റെ ബുദ്ധിയിലോ മനസ്സിലോ തനിക്ക് സാക്ഷാത്കാരം നേടണമെന്നും ഈശ്വര സാക്ഷാത്കാരം ജീവിത ലക്ഷ്യമാണെന്നും പോലും അറിഞ്ഞിരുന്നില്ല. വളരെ ആശ്ചര്യമാണ്. TMP മഹാദേവൻ എന്ന വലിയ പണ്ഡിതൻ അദ്ദേഹം രമണ മഹർഷിയെക്കുറിച്ച് പറഞ്ഞു, ബ്രഹ്മം എന്ന വാക്ക് കേൾക്കാതെ ബ്രഹ്മജ്ഞാനിയായ ഒരു മഹാത്മാവ് എന്നാണ്. സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഈ വാക്കുകളൊക്കെ കേൾക്കുന്നത്. നമ്മളിതൊക്കെ കേട്ട് സത്സംഗം, ഗീതയും ഭാഗവതവും ഉപനിഷത്തും ഒക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് പോവാൻ യത്നിക്കുകയാണ്. പക്ഷേ അതിന്റെയൊക്കെ ലക്ഷ്യമായ പൊരുൾ പുറമേക്ക് ആവിർഭവിച്ച ശേഷമാണ് ഇതിനെയൊക്കെ പുസ്തകത്തിൽ അദ്ദേഹം കാണുന്നത്. അത് പ്രകൃതിയുടെ തന്നെ ഒരു നിശ്ചയവുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു ഡെസ്റ്റിനി ആയിരുന്നു എന്ന് പറയാതെ നമുക്ക്. ശരിക്കും രാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്ത് കൽക്കട്ടയിൽ വന്ന് വിഗ്രഹാരാധനയിൽ തുടങ്ങി സത്യത്തിനെ കണ്ടെത്തി ഹിന്ദുധർമ്മത്തിന്, സനാതനധർമ്മത്തിന് ഒരു
വ്യാഖ്യാനം കൊടുക്കുകയും വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി ഈ അദ്വൈത വേദാന്തത്തിന്റെ കൊടി കെട്ടുകയും, വാസ്തവത്തിൽ അദ്ദേഹം അമേരിക്കയ്ക്ക് പോയത് അമേരിക്കക്കാരെ പഠിപ്പിക്കാനൊന്നും അല്ല, അമേരിക്കയിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പ്രസംഗിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ഇവിടുന്ന് പ്രസംഗിച്ചാൽ കേൾക്കില്ല. അവിടെ പോയി അവരുടെ അടുത്ത് പറഞ്ഞ് അവര് കേട്ടപ്പോ ഇവിടെയുള്ള ആളുകളൊക്കെ പിന്നാലെ നടക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവിടെ ആരും കേൾക്കില്ല. അദ്ദേഹം അവിടെ ചെന്ന് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അതൊക്കെ ഒരുമാതിരി ഉയർന്ന ജ്ഞാനത്തിനെ റിസീവ് ചെയ്യാനുള്ള ഒരു റിസെപ്റ്റിവിറ്റി, ഇന്റലക്ച്വൽ റിസെപ്റ്റിവിറ്റി, മെന്റൽ റിസെപ്റ്റിവിറ്റി ഒന്നും ഉണ്ടാക്കി തീർത്തു. ലോകത്തിലൊരു ഉണർവുണ്ടായ ഒരു സമയമാണ്. അതേസമയം 1893 വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രസംഗിച്ചതെങ്കിൽ 1896 അദ്ദേഹം തിരിച്ച് സെപ്റ്റംബർ മാസമാണ് ഭാരതത്തിലേക്ക് വരുന്നത്. അതേ 1896 സെപ്റ്റംബർ 1 ഇന്നലെ സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 രമണ മഹർഷി അരുണാചലത്തിൽ കാലുവയ്ക്കുന്നത്. ഒക്കെ ഒരു അറേഞ്ച്മെന്റ് പോലെയാണ്, നാടകം പോലെയാണ്. മഹർഷിക്ക് അരുണാചലത്തിൽ വരുമ്പോഴൊന്നും പക്ഷേ യാതൊരു മിഷനുമില്ല. വലിയ വലിയ മഹാത്മാക്കളുടെ ജീവിതമൊക്കെ നോക്കുക, അവർക്കൊന്നും മിഷനില്ല. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തനിക്ക് പ്രസംഗിക്കണമെന്നോ അമേരിക്കയിലേക്ക് പോകണമെന്നോ നാട് നന്നാക്കണമെന്നോ ലോകത്തിനെ ഉദ്ധരിക്കണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞപ്പോ പോലും അദ്ദേഹം പറഞ്ഞത്, എന്നെ കൊണ്ട് അതൊന്നും ആവില്ല, ഞാൻ ഏകാന്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നോളാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നീ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ്. യദ്യഹങ്കാരമാശ്രിത്യ നയോത്സീതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തെ പ്രകൃതിസ്വാം നിയോക്ഷ്യത്തി എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ ആ സമഗ്ര സമഷ്ടിയുടെ ആ പ്രാരബ്ധം അഥവാ നിയതി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ കർമ്മം വളരെ സുന്ദരമായിരുന്നു. ആ വ്യക്തിക്ക് ആഗ്രഹമേ ഇല്ല. ഏത് കർമ്മവും വ്യക്തിക്ക് ആഗ്രഹമില്ലെങ്കിൽ, വ്യക്തിക്ക് ഒന്നും നേടണമെന്നില്ലെങ്കിൽ ആ വ്യക്തി സമഗ്ര ചൈതന്യത്തിന്റെ കയ്യിൽ, സമഗ്രമായ ആ ശക്തിയുടെ കയ്യിൽ യന്ത്രമായിട്ട് തീരും. ആ വ്യക്തിക്ക് യാതൊരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല, വെറും യന്ത്രമാവണം. തന്റേതെന്ന് പറഞ്ഞ് ഒന്നും നേടാനില്ലെങ്കിൽ, തന്റെ യാതൊരു സ്വാർത്ഥതയുമില്ലെങ്കിൽ ആ വ്യക്തിയെ ഒരു മഹാശക്തി പിടിച്ചെടുക്കും. ഇന്ന് ആധുനിക കാലത്തിലും പലരും അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, ന്യൂ എർത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാനിത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. ഒരേ സത്യം പലയിടത്തും ആളുകൾ ഇതിങ്ങനെ കണ്ടെത്തുന്നു. അതിലും അദ്ദേഹം സ്വതന്ത്രമായി ഈ ജ്ഞാനമാർഗത്തിൽ വന്നതാണ്. വേദാന്തം എന്നുള്ള മാർഗത്തിലല്ല, സ്വയം ഒരു അനുഭവം ഉണ്ടായി വന്ന ഒരു എക്കാർട്ട് ടോലെ എന്ന് പറയുന്ന ഒരു റൈറ്റർ. അദ്ദേഹം പറയുന്നുണ്ട്, തികച്ചും നിസ്വാർത്ഥനായ ഒരു വ്യക്തിയിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് സമഗ്ര ചൈതന്യം പ്രവേശിക്കും. അയാളെ കൊണ്ട് ഗംഭീരമായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷെ അയാള് താൻ ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ലാതെ ലോകത്തിൽ പ്രവർത്തിക്കും. അയാൾക്കൊന്നും അറിയില്ല അയാളിലൂടെ ഇത്രയധികം പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഈ വ്യക്തികളൊക്കെ ഒരു കാരണമായിട്ട് തീരുന്നത്. അതേപോലെ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഇനി അല്പം കഥയിലേക്ക് വരാം. തിരുച്ചുഴി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ഒരു 30 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള ഒരു ഗ്രാമം, ഒരു അഗ്രഹാരമാണ്, ഒരു പഴയ ശിവസ്ഥലമാണ്. ഭൂമിനാഥൻ എന്നാണ് അവിടുത്തെ സ്വാമിക്ക് പേര്. ആ തിരുച്ചുഴിയിലാണ് സുന്ദരമയ്യർ അഴകമ്മാൾ ദമ്പതിക്ക് മഹർഷി ജനിക്കുന്നത്, രണ്ടാമത്തെ പുത്രനായിട്ട്. ആ ജനനത്തിന് ശേഷം, ആ ജനിച്ചതോ ആർദ്രാദർശന സമയത്താണ്. ആർദ്രാദർശന ദിവസത്തിലാണ് ജനനം, തിരുവാതിര. ആ ദിവസം ഭൂമിനാഥസ്വാമിയെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദിവ്യമുഹൂർത്തത്തിലാണ് ഈ കുട്ടിയുടെ ജനനം. അമ്മ ഒരു പെൺകുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ജനിച്ചത് ആൺകുട്ടിയാണ്. ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇത്തിരി വിഷമായി. അപ്പോ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അന്ന് തന്നെ എന്തോ ഒരു
ഒരു ഇൻറ്റ്യൂഷൻ പോലെ. അവർക്ക് കണ്ണ് കാണില്ല. ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു വെളിച്ചം കണ്ടു. ഇതൊക്കെ മഹാത്മാക്കളുടെ ജീവിതത്തിൽ പിന്നീട് പലതും ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ പിന്നീട് അവരുടെ മഹത്വത്തിന് ശേഷമാണ് ഈ കഥകളൊക്കെ കണ്ടെത്തുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങനെ ഒരു കുട്ടി ജനിച്ചു. ഈ മഹർഷിയുടെ ബാല്യകാലത്തിൽ ഒരു വൈശിഷ്ട്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ ഭരണം തുടങ്ങിയിട്ട് വൈദിക സംസ്കാരമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇംഗ്ലീഷുകാരായിട്ടുമില്ല എന്നുള്ള ഒരു നടുവിലുള്ള ബ്രാഹ്മണ കുടുംബങ്ങളാണ് അവിടെയൊക്കെ. മഹർഷിയുടെ അച്ഛൻ ഒരു പ്ലീഡർ എന്ന് വെച്ചാൽ ലോക്കൽ വക്കീലായിരുന്നു. ശരിയായ രീതിയിൽ ഒരു വക്കീൽ എന്ന് പറയാൻ വയ്യ. അങ്ങനെയുള്ള ഒരു വക്കീലായിരുന്നു സുന്ദരമയ്യർ. അപ്പോ വീട്ടിലും വൈദികമായ ഒരു സംസ്കാരം ഉണ്ടെന്ന് പറയാൻ വയ്യ. ഒരു ശിവപൂജയൊക്കെ ഉണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പൂജിക്കും. ഒരു പുരോഹിതൻ വന്ന് പൂജിക്കും. കുട്ടികളൊക്കെ കാണും. കുട്ടിക്ക് ബാല്യകാലത്തിൽ പ്രത്യേകിച്ച് ബാഹ്യമായിട്ട് അധ്യാത്മമായ സംസ്കാരമൊന്നും കണ്ടിരുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അകമയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നാലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാഹ്യമായി ഇതിന്റെ ഒന്നും ആവിർഭാവം ഉണ്ടായിരുന്നില്ല. ഏകദേശം 16 വയസ്സ് വരെ അങ്ങനെ പോയി. കളിക്കുന്നതിൽ മാത്രമാണ് രസം. ഒരൊറ്റ പ്രത്യേകത കണ്ടിരുന്നത് ഉറക്കമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. മുറിയിൽ കിടന്ന് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അറിയില്ല എന്ന് മാത്രമല്ല, കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ ആ സ്വഭാവം അറിയാം. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ എടുത്ത് പൊക്കിക്കൊണ്ടുപോയി ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി നടത്തിച്ചിട്ട് അടിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കിടത്തിയാലും അറിയില്ല അത്രേ. രാവിലെ എണീറ്റാൽ മേലെയൊക്കെ മണ്ണും ചളിയും ഒക്കെ ആയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ ഉറക്കം ഒരു സാധാരണ വിധത്തിലുള്ള ഉറക്കമായിരുന്നില്ല എന്നാണ്. നമ്മളുടെ ഒക്കെ ഉറക്കം അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉറക്കം സാധാരണ ആണെന്ന് ധരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നിടത്തോളം ഉറക്കം സാധാരണമാണ്. ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഉറക്കം സാധാരണമായ ഒരു അവസ്ഥയല്ല. പക്ഷെ മഹർഷിക്ക് അത് വളരെ ആഴത്തിലായിരുന്നു ആ അനുഭവം. വാസനകളൊന്നും ഒരുപക്ഷെ ഇല്ലാതിരുന്നതുകൊണ്ട് വളരെ ആഴത്തിലായിരുന്നു. അദ്ദേഹത്തിന് വളരെ അല്പമേ പ്രാരബ്ധം ശേഷിച്ചിരുന്നുള്ളൂ. 17 വയസ്സ് വരെ കളിച്ചൊക്കെ നടന്നു. പഠിക്കുന്നതിലൊന്നും ഉത്സാഹമില്ല. ഫുട്ബോൾ കളിക്കുന്നതിലാണ് ഉത്സാഹം. സ്കൂളിൽ പഠിക്കുമ്പോഴും എന്തെങ്കിലും തന്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികൾ പറയണത് കേട്ടാൽ അത് അതേപടി ബൈഹാർട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പോകുമ്പോ തന്നെ മറന്നിട്ട് പോകും അത്രേ. അതുപോലും ബുദ്ധിയില് വയ്ക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ഇങ്ങനെ 16 വയസ്സ് വരെ പോയി. ഇതിന്റെ ഇടയിൽ അച്ഛൻ സുന്ദരമയ്യർ മരിച്ചു. കുട്ടികളെ രണ്ടുപേരെയും മധുരയിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെ പയ്യൻ അമ്മയും കൂടെ വേറൊരു സ്ഥലത്ത് താമസിച്ചു. വെങ്കട്ടരാമനും അദ്ദേഹത്തിന്റെ ഏട്ടൻ നാഗസുന്ദരവും കൂടെ മധുരയിലേക്ക് വന്നു. മധുരയിൽ അവരുടെ ഇളയച്ചന്റെ വീട്ടിൽ, നിങ്ങൾക്കിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തെക്ക് ഗോപുരത്തിൽ കുറച്ചു ദൂരം, ഇവിടുന്ന് ഏകദേശം ആ റോഡ് പോകുന്ന ദൂരം നടന്നാൽ ആ വീട് കാണാം. തെക്കുവശത്ത് ദക്ഷിണാമൂർത്തി സന്നിധിയുടെ അവിടെയായിട്ട്. അവിടെയാണ് ആ ഗൃഹം ഇപ്പോഴും ഉണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ അമേരിക്കൻ മിഷൻ സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും യാതൊരു അധ്യാത്മ സംസ്കാരവും പുറമേക്കില്ല. ഗീത കണ്ടിട്ടില്ല, ഉപനിഷത്ത് കേട്ടിട്ടില്ല. മഹർഷി പിന്നീട് പറയും, എനിക്ക് ആകെപ്പാട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലൊക്കെ പറയണ പോലെയും സാധാരണയുള്ള വിശ്വാസത്തിലുള്ള പോലെയും മീനാക്ഷി, സുന്ദരേശ്വരൻ, അവിടെയുള്ള പിന്നെ 63 നായന്മാരുടെ ഒക്കെ വിഗ്രഹങ്ങളൊക്കെ കാണുന്നല്ലാതൊന്നും അറിയില്ല. നമ്മളെ പോലെ ഒരു പൗരാണികമായ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പലത്തിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമെന്നല്ലാതെ വേറെ അവിടെ ഒരു ഉത്സാഹമൊന്നുമില്ല. ആ സമയത്താണ് വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയിൽ പ്രസിദ്ധനായതും. അദ്ദേഹത്തിന്റെ ഷിക്കാഗോ അഡ്രസ്സസ് അവിടെയൊക്കെ പുസ്തകം ചെറിയ ചെറിയ കോപ്പിയായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. രമണ മഹർഷിയുടെ വീട്ടിൽ അവരുടെ ഇളയച്ചനും ആ പുസ്തകം കൊണ്ടുവന്ന് വെച്ചിരുന്നു. മഹർഷി പിന്നീട് പറഞ്ഞു, ഞാനത് എടുത്തിട്ട് ആ പേര് വായിക്കാൻ 2 ദിവസം ശ്രമിച്ചു നോക്കിയത്രേ.
വിവേകാനന്ദ എന്നുള്ള പേര് വായിക്കാൻ പറ്റാതെ വൈവേകാനന്ദ എന്ന് വായിക്കുമായിരുന്നു അത്രയും. ഇംഗ്ലീഷ് ശരിക്കും വശമില്ലാതെ വൈവേകാനന്ദ എന്ന് വായിക്കുമായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ അതൊന്നും കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതൊന്നും എന്താ ഒന്നും പിടികിട്ടിയില്ല. സ്കൂളിൽ ബൈബിൾ പഠിപ്പിക്കും, അതിന് രുചിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം 16-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ആ സൂചന, ഉറങ്ങിക്കിടക്കുന്ന വസ്തുവിനെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് കാരണമായിട്ട് തീരുകയാണ് ഈ ഉദ്ബോധനത്തിന്. ഇവരുടെ ഒരു ബന്ധു ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു. ഇവരുടെ ഇളയച്ചനുമായി, ഇവരുടെ ഇളയമ്മയായിട്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുമ്പോ പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളും പോയിട്ട് വന്നു, അവസാനം അരുണാചലത്തിലേക്ക് പോയി ഇവിടെ വന്നു. അപ്പോ ഈ കുട്ടി, 16 വയസ്സ് കുട്ടി, അടുത്ത് ചെന്ന് കുശലപ്രശ്നം ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചു, എവിടുന്ന് വരണു, എങ്കേന്ന് വരകൾ? അദ്ദേഹം മുൻപും പിൻപും ഒന്നും പറയാതെ, ഈ സുവാസം ഒന്നും പറഞ്ഞില്ല, അരുണാചലം എന്ന് പറഞ്ഞു അത്രേ. ആ പഞ്ചാക്ഷരം അരുണാചലം. അത് കേട്ട ഉടനെ കുറച്ചു നേരത്തേക്ക് ബാഹ്യപ്രജ്ഞയൊന്നുമില്ല. മഹർഷി പറയണത് എനിക്കൊരു ഷോക്കായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ ആ വാക്ക്, ആ മന്ത്രം എവിടെയോ ഉള്ളില് എത്രയോ കാലമായി സ്പന്ദിച്ചിരുന്നതാണ്. അതിനിതാ പുറത്തൊരാൾ വന്ന് പറയണു, അതും അരുണാചലം ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലമാണെന്നും അങ്ങോട്ട് പ്രത്യക്ഷമായി പോവാൻ പറ്റുമെന്നും ഒക്കെ ഒന്നും ധരിച്ചിരുന്നില്ല. ഇവിടെ ഒരാൾ വന്ന് പറയണു, ഞാൻ അരുണാചലത്തിൽ നിന്നും വരണു എന്ന് പറയണു. ഉടനെ ചോദിച്ചു, അരുണാചലമോ, അതെവിടെയാ? ഇതുപോലെ നിനക്കറിയില്ലേ? അതുതാൻ തിരുവണ്ണാമലൈ. അത് തന്നെ തിരുവണ്ണാമലൈ. തിരുവണ്ണാമലൈ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഉടനെ എന്തായി, ആ ഒരു മനസ്സ് അറസ്റ്റായി നിന്നിട്ട്, ഓ തിരുവണ്ണാമലയോ എന്ന് കുറച്ച് ചോട്ടിലേക്ക് വന്നു. ഇത് ആദ്യമായിട്ടുള്ള ശ്രവണമാണ്. മുന്നം അവനുடைய നാമം കേട്ടാൾ എന്നാദ്യമായിട്ട് നാമത്തിനെ കേട്ടു. മഹർഷി തന്നെ ഇത് അരുണാചല അഷ്ടകത്തിൽ പറയുന്നു, അറിവരും ഗിരിയന അമർതനും അമ്മാ അതിശയമിതൻ ശയൽ അറിവറിതാർക്കും. ഈ അരുണാചലം ഒരു ജഡമായ ഒരു പർവ്വതം പോലെ നിൽക്കുന്നു. ഇതെങ്ങനെ എന്റെ മനസ്സിൽ പ്രവർത്തിച്ചു എന്ന് ആരോട് ഞാൻ എങ്ങനെ പറയും? അറിവറും ശിറുവയതതു മുതൽ അരുണാചലം മികപ്പെരിതന അറിവിനിലങ്ക. എനിക്ക് അറിവില്ലാതെ കിടക്കുന്ന കൊച്ചുകുട്ടിയായിരിക്കുമ്പോ മുതൽ അരുണാചലം എന്തോ അലൗകിക ഭൂമിയാണെന്ന് എന്റെ ഉള്ളിൽ എവിടെയോ അവ്യക്തമായി കടന്നിരുന്നു. അത് തിരുവണ്ണാമലയന ഒരുവരാൽ അറിവുറപ്പെട്ടും. അപ്പണ്ട് ഒരാൾ വന്ന് പറയണു, അത് തിരുവണ്ണാമലയാണെന്ന് പറയണു. അത്രയേ ഉള്ളൂ എന്ന് തൽക്കാലത്തേക്ക് മനസ്സടങ്ങി. അറിവിനെ മരുളുറുത്ത്. എന്താന്ന് വെച്ചാൽ അപ്പൊ തന്നെ അവിടുന്ന് പുറപ്പെട്ടു വരാൻ പാടില്ല, ഇനിയും കുറച്ച് തയ്യാറെടുപ്പ് വേണം. അതുകൊണ്ട് തൽക്കാലം അടങ്ങി. ഇതാണ് ഇനീഷ്യേഷൻ, ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും മന്ത്രം ഉപദേശിക്കലല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള മന്ത്രത്തിനെ ഗുരു പുറമേ നിന്നും പറയുകയാണ്. അപ്പോഴേ അത് ദീക്ഷയാവുള്ളൂ, ഉള്ളിൽ ഉണർത്തിവിടുകയാണ്. പിന്നീട് നിങ്ങൾ ജപിച്ചൊക്കെ കഴിയുമ്പോൾ അവസാനം ജപിക്കേണ്ടിയൊന്നും, ശരിയായ ഒരു സദ്ഗുരു ഉപദേശിച്ചാൽ ജപിക്കണമെന്നും വേണ്ട, അത് ഉള്ളിൽ കാണും നിങ്ങൾ. ഇതാരാ ഗുരു? അയാൾക്കൊന്നും അറിയില്ല, അയാൾ അവ്യക്തമായി വന്ന് പറഞ്ഞിട്ട് പോയതാ. ഒരു ബന്ധു, അയാൾ എന്തോ തിരുവണ്ണാമല പോയി അരുണാചലം എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞതും കുറച്ചു ദിവസം പെരിയ പുരാണം എന്ന പുസ്തകം മഹർഷിയുടെ കയ്യിൽ കിട്ടുകയും അതെടുത്ത് ഇങ്ങനെ വായിക്കുകയും ചെയ്തു. അതിലുള്ള ആ ഭക്തി, 63 നായന്മാരുടെ ഭക്തി, അലൗകികമായ അവരുടെ അനുഭൂതി മണ്ഡലം എന്നുവെച്ചാൽ അതിലത്തെ കഥകളൊക്കെ കേട്ടാൽ നമുക്ക് വളരെ ബാലിശമായിട്ട് പോലും ചിലപ്പോൾ തോന്നും. ഈശ്വരൻ ഭൂമിയിൽ ഇറങ്ങി നടന്നു വരുന്നതായിട്ടും, ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതായിട്ടും, ഒരാളുടെ കല്യാണം മുടക്കുന്നതായിട്ടും, ഇങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാവുമോ എന്ന് പോലും തമിഴ്നാട്ടിലുള്ളവർക്ക് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. മലയാളി ബുദ്ധിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭഗവാൻ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നതായിട്ടും ആളുകളുടെ കൂടെ വ്യവഹരിക്കുന്നതായിട്ടും ഭക്തന് കാരുണ്യം ചെയ്യുന്നതായിട്ടും ഒക്കെ ഉള്ള ആ കഥകൾ കേട്ട്
അദ്ദേഹം പറയണത് എലുമ്പുരുക്കും അൻപ് എന്നാണ്. അക്ഷരമണമാലയിൽ അവസാനത്തെ പാട്ടിൽ പറഞ്ഞു, ഹേ അരുണാചല, എല്ലിനെ ഉരുക്കുന്ന ആ പ്രേമം ഉള്ള ആ ഭക്തന്മാരുടെ ഭക്തിയെ കണ്ടിട്ട് എന്റെ ഭക്തിയെ നീ കാര്യമായിട്ട് എടുത്തുവല്ലോ എന്നാണ്. എല്ലിനെ ഉരുക്കുന്ന ഭക്തി എന്നാണ്, ബോൺ മെൽട്ടിങ്. അപ്പോ ആ ഭക്തി, ആ കഥകൾ വായിച്ച് ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടാവുമോ, ഇത് സാധ്യമാണോ ഈ ഭൂമിയിൽ എന്നൊക്കെ ആശ്ചര്യപ്പെടുകയായിരുന്നു. അപ്പൊ ദിവസം അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ചെല്ലും, ആ സന്നിധിയിൽ, അല്ല, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെല്ലും. മീനാക്ഷിയുടെ മുമ്പിലോ സുന്ദരേശ്വരന്റെ മുമ്പിലോ 63 നായന്മാരുടെ മുമ്പിലോ ഒരു കാരണമില്ലാതെ കണ്ണീര് വിട്ടുകൊണ്ട് നിൽക്കും. ഇത് രണ്ടാമത്തെ ആവിർഭാവമാണ്. ആദ്യം നാമം കേട്ടു, അരുണാചലം എന്ന് കേട്ടു, അടങ്ങി. രണ്ടാമത് ഈ 63 നായന്മാരുടെ കഥകളൊക്കെ വായിച്ചു. ഏതോ ഒരു അലൗകിക ഭാവനാമണ്ഡലത്തിലേക്ക് പോയി. മഹർഷി തന്നെ പറഞ്ഞു, അതിനുശേഷം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഈശ്വരൻ എന്റെ മുമ്പിൽ അതാ പ്രത്യക്ഷപ്പെടാൻ പോണു, ഇപ്പൊ വരും എന്നൊക്കെ വിചാരിക്കത്രേ. ഇതൊക്കെ ഭക്തിയുടെ മണ്ഡലമാണ്. ഇപ്പൊ ഭഗവാൻ എന്റെ മുമ്പിൽ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടന്നിരുന്നു എന്നാണ് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അടുത്തപടിയായിട്ട് ആണവമലം നീങ്ങുക എന്ന് ശൈവ സിദ്ധാന്തത്തിൽ പറയും. ശൈവ സിദ്ധാന്തത്തിൽ അവർ പറയും 3 തരം സാധകന്മാര്. ആണവമലം, മായാമലം, കർമ്മമലം എന്ന 3 തടസ്സങ്ങളാണത്രേ ജീവന്. അതിൽ അധികം പേർക്കും ഈ 3 തടസ്സങ്ങളും ഉണ്ടാവും. അവർക്ക് ബാഹ്യമായ ഒരു ഗുരു വേണം, ഉപാസനകൾ വേണം, സാധനകൾ വേണം, ചിത്തശുദ്ധി ഉണ്ടാവണം, പതുക്കെ ജ്ഞാനോപദേശത്തിലേക്ക് പോകണം. ചിലർക്ക് മായാമലം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ അവർ വേണ്ടാത്തൊന്നും ഉള്ളിൽ കയറ്റിണ്ടാവില്ല, കൊണ്ടുവന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഭക്തി സാധനകൾ കൊണ്ട് പുറമേക്കൊരു സദ്ഗുരു ഉപദേശിച്ച അപ്പൊ തന്നെ സാക്ഷാത്കാരം ഉണ്ടാവും. ഇത് രണ്ടുമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ആണവമലം, ആണവമലം എന്ന് വെച്ചാൽ ജീവാഹന്ത മാത്രമേ കാര്യമായിട്ടുള്ളൂ. അവർക്ക് ബാക്കിയൊക്കെ പോയിരിക്കണം. ഇത്തിരി എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടാൽ യാഥാതഥ്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ എന്ന് അഷ്ടാവക്രൻ പറയണ്ടേ. എന്തെങ്കിലും ഇത്തിരി കേട്ടാൽ മതി. ആ കേൾക്കുന്നത് കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാവും. മഹർഷി ആ തലത്തിലാണ്. ഇത്തിരി എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പൊ തന്നെ സാക്ഷാത്കാരം ഉണ്ടാവും എന്നുള്ള ദിശയിലാണ്. അതിന് പുറമേക്ക് നിന്ന് ആരും ഉപദേശിക്കേണ്ടത് പോലും വേണ്ടി വന്നില്ല. ആത്മനഹ ഗുരുഹു ആത്മൈവ, ഉള്ളിൽ തന്നെ ഗുരുവുണ്ട്. ഒരു ദിവസം ഈ മധുരയിൽ മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള വീട്, ആ വീട്ടിൽ നിങ്ങൾ ചെന്നാൽ മുകളിലത്തെ മുറിയിൽ ചെന്ന് നോക്കുക. ഈ സംഭവം ഉണ്ടായത് അവിടെ വെച്ചാണ്. ഇപ്പോഴും അതൊക്കെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മുറിയിൽ ഞായറാഴ്ചയാണ്. വീട്ടിലുള്ളവരൊക്കെ എവിടെയോ പോയിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, വീട്ടിൽ ആരുമില്ല, തനിച്ചിരിക്കുകയാണ്. തനിച്ചിരിക്കുമ്പോ പെട്ടെന്ന് തോന്നി ഞാൻ മരിക്കാൻ പോണു എന്നാണ്. എന്നുവെച്ചാൽ മരണഭയം വളരെ പ്രബലമായിട്ട് ഗ്രസിച്ചു. മുമ്പിൽ വന്ന് നിന്നു മരണം. മരണത്തിനെ പ്രത്യക്ഷമായി കണ്ടു എന്ന് പറയാം. എന്നുവെച്ചാൽ മരണം വന്നിരിക്കണു, ഞാൻ മരിക്കാൻ പോകുന്നു. പക്ഷെ മരണം വന്നുവെങ്കിലും അതിനെക്കുറിച്ച് മറ്റാരുടെ അടുത്തെങ്കിലും പോയി പറയണമെന്നോ എന്തെങ്കിലും വ്യാധിയായിട്ട് അതിനെ കണക്കാക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു വ്യാധിയുമില്ല, ഒരു സുഖക്കേടുമില്ല. ആരോഗ്യമായിട്ടിരിക്കുമ്പോഴാണ്, വെറുതെ തനിച്ചിരിക്കുമ്പോഴാണ് താൻ മരിക്കാൻ പോണു എന്നുള്ളൊരു ഭയം. അത് വളരെ പ്രബലമായി പിടിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മരണം എന്താണെന്നൊന്ന് നോക്കിക്കളയാം എന്നാണ്. നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടന്നു. കൈ നീട്ടിപ്പിടിച്ചു, വായ അടച്ചു പിടിച്ചു. ഇതൊക്കെ മഹർഷിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾ രമണാശ്രമത്തിൽ പോയാൽ മാതൃഭൂതേശ്വര ക്ഷേത്രത്തിൽ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് തന്നെ. വായ അടച്ചു പിടിച്ചു, കൈ നിവർത്തി പിടിച്ചു, മരവിച്ച പോലെ ശരീരം അങ്ങോട്ട് കിടന്നു. എന്താണ് മരണം? മരിക്കണത് ആരാണ്? ഈ ശരീരം മരിക്കണം. ഈ ശരീരത്തിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ഇതൊക്കെ താൻ പ്രത്യക്ഷമായി ഭാവന ചെയ്തു എന്നാണ്. അപ്പോ ശരീരത്തിനെ എടുത്തുകൊണ്ടുപോകുന്നതായിട്ടും ശ്മശാനത്തിൽ കൊണ്ടുപോയി എരിച്ചു കളയുന്നതായിട്ടും. ഈ ശരീരം കത്തിപ്പോകുമ്പോ ഞാനില്ലാതാവണമുണ്ടോ? ഈ ശരീരം എരിഞ്ഞുപോയാൽ ഞാൻ എന്ന അനുഭവം ഇല്ലാതാകുമോ? ശരീരത്തിൽ നിന്നും തികച്ചും വ്യതിരിക്തമായി ഞാൻ 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 എന്ന സ്ഫൂർത്തി അനുഭവത്തിനെ ഞാൻ കാണുന്നുണ്ട്, സ്വയമേവ അതിനെ അനുഭവിക്കുന്നുണ്ട്.
ആ ഞാൻ എന്നുള്ളത് ഈ ശരീരമല്ല. ഈ ശരീരം എരിഞ്ഞുപോയാലും ശരീരമില്ലാതായാലും ഞാൻ എന്ന അനുഭവം നിത്യനിരന്തരമായി നിൽക്കും. അത് ശരീരമല്ല, അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ്. അതാണ് എന്റെ യഥാർത്ഥ വ്യക്തിത്വം. ഈ മറഞ്ഞു പോകുന്ന അഹങ്കാരം എന്റെ വ്യക്തിത്വമല്ല. ഇതൊക്കെ കൂടി ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു അനുഭവം. ശരീരം ജാഗ്രതത്തിലേ ഉള്ളൂ. മനസ്സ് സ്വപ്നത്തിലും ജാഗ്രതത്തിലും മാത്രമേ ഉള്ളൂ. ജാഗ്രതത്തിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കണു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങുന്ന സുഷുപ്തിയിൽ ശരീരവുമില്ല, മനസ്സും പ്രവർത്തിക്കണില്ല, പക്ഷെ ഞാനുണ്ട്. വ്യക്തിത്വ രൂപത്തിലുള്ള ഞാനില്ല, സത്താരൂപത്തിലുള്ള ഞാനുണ്ട്. അപ്പൊ സുഷുപ്തിയിലും ഏതൊരു വസ്തു ഉണ്ടോ ആ വസ്തു ശരീരവുമായും മനസ്സുമായും സംബന്ധപ്പെടാതെ നിൽക്കുന്നു. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. അതിന് മരണമില്ല, അത് അമൃതസ്വരൂപമാണ്, അതാണ് ഞാൻ എന്ന് 15 മിനിറ്റ് നേരത്തെ ഈ അനുഭവത്തിനിടയിൽ ഉറച്ചു എന്ന് വെച്ചാൽ വാസനകളില്ലാത്തതുകൊണ്ട് മനസ്സ് പിന്നെ പുറമേക്ക് ചാടിയില്ല, അവിടെ തന്നെ ഇരുന്നു. നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയണു, വാസനയില്ലാത്ത ആൾക്ക് എവിടെയെങ്കിലും ഒരു സദ്ഗുരു സന്നിധിയിൽ ശ്രവണം ചെയ്താൽ പോലും പ്രത്യഭിജ്ഞ ഉണ്ടായാൽ ആ ഉണ്ടായ സമയത്ത് അവിടെ ഇരിക്കും, പിന്നെ ചലിക്കില്ലേ അവിടുന്ന്. പിന്നെ അയാൾക്ക് ഇനി അത് പ്രത്യേകിച്ച് സാധനയോ മനനമോ ഒന്നും വേണ്ട. ശ്രവണം കൊണ്ട് തന്നെ സകൃത് ശ്രവണം മതി. ശുശ്രൂഷുഭിഹി തക്ഷണാത് എന്നൊക്കെ ഭാഗവതം പറയണത് അതിനെയാണ്. കേൾക്കുമ്പോ ആ ക്ഷണം തൊട്ട് തന്നെ ആ വസ്തുവിൽ ലഗ്നനാവും, താൻ അതിലിരിക്കും. ഇവിടെ ഇപ്പൊ പുറമേ നിന്നും ആരും ഒന്നും പറഞ്ഞില്ല, ആന്തരികമായി തന്നെ ശ്രവണം ചെയ്തു, ആന്തരികമായി തന്നെ തന്നിലിരുന്നു. അതോടെ ആള് മാറി. എന്നുവെച്ചാൽ വെങ്കട്രാമൻ എന്ന് പറയുന്ന ആ വ്യക്തി അകമേയുള്ള ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഭസ്മമായി പോവുകയും കേവലമായ വസ്തു ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഔപനിഷദമായ സത്യം ബ്രഹ്മം അഥവാ അരുണാചലേശ്വരൻ അവിടെ പ്രകാശിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി ഒരു 15 മിനിറ്റ് നേരം. പക്ഷേ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തനിക്ക് ഉണ്ടായ അനുഭവം എന്താന്ന് അറിയില്ല, ബുദ്ധി കൊണ്ട് അറിയില്ല. അതാണ് തമാശ അവിടെ. ആ സ്ഥിതിയിലിരുന്നു 1.5 മാസത്തോളം. പിന്നെയും സ്കൂളിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അനുഭവത്തിന് ശേഷം. നമ്മൾ പിന്നീട് ആരെയാണോ രമണ മഹർഷി എന്ന് വിളിക്കുന്നത് അദ്ദേഹം അപ്പൊ തന്നെ ജനിച്ചു കഴിഞ്ഞു. പക്ഷേ പുറമേക്ക് എല്ലാവരും വ്യത്യാസം കണ്ടു. പഴയ പോലെ ശണ്ട കൂടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, വളരെ പ്രശാന്തനാണ്, യാതൊരു ചലനമില്ല. സദാ എവിടെയോ, രാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറയും, അടയിരിക്കണോ കോഴി പോലെ എന്നാണ്. എവിടെയോ ഹൃദയത്തിൽ ലഗ്നനായിട്ടിരിക്കുകയാണ്. പുറമേക്ക് ദൃഷ്ടിയില്ല, കണ്ണു തുറന്നിരുന്നാലും കാണുന്നില്ല. അടുത്തുള്ളവരൊക്കെ ഒത്തിരി മണത്തറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും ഇത്ര കണ്ട് ആഴം പിടികിട്ടിയില്ല. മഹർഷിയുടെ കൂട്ടുകാരനായിരുന്ന രംഗൻ, പിന്നീട് മഹർഷിയുടെ പരമഭക്തനായിട്ട് തീർന്ന രംഗൻ പറഞ്ഞു, ഭഗവാനെ എന്റെ അടുത്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞു പിന്നാലെ. അപ്പൊ മഹർഷി പറഞ്ഞു, എനക്കേ തെരിയാതെ പോയി, എനിക്ക് തന്നെ അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ പറയും എനിക്കിതാണ് ഉണ്ടായതെന്ന്. മഹർഷി അതിലും തമാശ, ഈ അനുഭവത്തിന് ശേഷം എന്തോ ആ സുഖം മഹർഷി വിചാരിച്ചു അത്രേ, തനിക്ക് എന്തോ വിചിത്രമായ ഒരു സുഖക്കേട് വന്നിരിക്കണം. അത് നല്ല സുഖമായ ഒരു രോഗം, ദേഷ്യം വരുന്നില്ല, ശാന്തമായിട്ടിരിക്കണു, അങ്ങനെ വിചാരിച്ചിരിക്കാം. ഇതിനൊക്കെ ഇനി ശ്രവണം ഉണ്ടാവുന്നത് പിന്നീടാണ്. തനിക്ക് ഉണ്ടായത് എന്താന്നുള്ള റെക്കഗ്നീഷൻ ഉണ്ടാവുന്നതൊക്കെ പിന്നീടാണ്. ഇത് കഴിഞ്ഞ് പഠിക്കാൻ വയ്യാതായി, സ്കൂൾ പഠിപ്പിൽ രുചിയില്ലാതായി, ഇമ്പോസിഷൻ കൊടുത്തു. ഗ്രാമർ, ഇംഗ്ലീഷ് വ്യാകരണം ഇമ്പോസിഷൻ കൊടുത്തു. അത് 2 പ്രാവശ്യം എഴുതി വീട്ടിൽ വന്ന് 3ാമത് പ്രാവശ്യം എഴുതാൻ മനസ്സ് വരാതെ അത് മാറ്റിവെച്ചിട്ട് കണ്ണുമടച്ചങ്ങനെ ഇരുന്നു. ഇത് കുറെ 1.5 മാസമായി ഇത് ഇങ്ങനെ, ഈ കണ്ണടച്ചിരിക്കലും ഒക്കെ മറന്നിരിക്കലും ഒക്കെ. അപ്പൊ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും, ദാ യോഗീശ്വരൻ വരണു, സ്വാമിയാർ വരണു, പഴയ കാലത്ത് ഋഷികളെ പോലെ കാട്ടിലേക്ക് പോകായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്താന്ന് വെച്ചാൽ ഒന്നും പ്രതികരിക്കണില്ല, കിട്ടുന്നത് എന്ത് ഭക്ഷണമാണെന്ന് വെച്ചാലും വായിലിട്ടോളും. ഇതൊക്കെ കണ്ടിട്ട് കളിയാക്കിക്കൊണ്ടേയിരുന്നു. ആ ദിവസം, അതായത് ഓഗസ്റ്റ് 31-ാം തീയതി ചോദിച്ചു,
ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോ, ഈ ഗ്രാമർ ഇമ്പോസിഷൻ എഴുതിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് കണ്ണും അടച്ചിരുന്നപ്പോ പുറകെ നിന്നും ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു. ഇത്രയാണ് ചോദ്യം. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് ഇതൊക്കെ എന്തിനാ? ഇത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചോദിച്ചത് ഉള്ളിൽ ശരിക്കും കൊണ്ടു. ശരിയാണ്. ഇനി എവിടെ പോകും? ഉടനെ വന്നു അരുണാചലം. അരുണാചലം. അവിടുന്ന് പുറപ്പെട്ടു. ഏട്ടൻ പറഞ്ഞു, സ്കൂളിലേക്കാണ് പോണതെങ്കിൽ കോളേജിലെ എന്റെ ഫീസും കൂടെ അടച്ചോളൂ, ചോട്ടിലെ ഇളയമ്മയുടെ അടുത്ത് 5 രൂപ വാങ്ങിച്ചോണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ചോട്ടിലേക്ക് ഇറങ്ങി. ഇളയമ്മ 5 രൂപ കൊടുത്തു. ഒരു കത്തെഴുതി വെച്ചു. ഇന്നും ആ കത്ത് അവിടെ ഉണ്ട്. കത്തില് തുടങ്ങുന്നത്, ഞാൻ എന്റെ അച്ഛന്റെ ആജ്ഞയനുസരിച്ച് അച്ഛന്റെ അടുത്തേക്ക്, പിതാവിന്റെ അടുത്തേക്ക് പോവാണ്. രണ്ടാമത്തെ ലൈൻ, ഇത് ഒരു നല്ല കാര്യത്തിനാണ് പോണത്. ഇതിനെ അന്വേഷിച്ച്, നമുക്കിപ്പോ കുറച്ച് ഗീതയും ഒക്കെ പഠിച്ച ആളുകൾക്ക് ഇതിൽ വലുതൊന്നും തോന്നില്ല. ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാതിരിക്കൽ എന്നുള്ളതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നില്ല. ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരിപ്പോ പ്രഭാഷണം ചെയ്യുന്നവരൊക്കെ ഞാൻ എന്ന് പറയില്ല, അവരത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്നതിന് പകരം ഇതെന്ന് പറയും, അല്ലെങ്കിൽ അടിയൻ, ദാസൻ എന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്നും അറിവൊന്നുമില്ലാതെ ഉള്ളിലുള്ള ഏതോ ഒരു എക്സ്പീരിയൻഷ്യൽ പ്ലെയിൻ എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതാമെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ആ കത്ത് അത്ര പ്രധാനമാണ്. ആദ്യം ഞാനെന്ന് തുടങ്ങി. രണ്ടാമത്തെ ലൈനിൽ വരുമ്പോ ഇത് ഒരു നല്ല കാര്യത്തിനാണ് പോണത്. ഇതിനെ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിന്റെ ഫീസ് 3 രൂപയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കെട്ടിയിട്ടില്ല. 2 രൂപ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എന്നൊക്കെ എഴുതിയിട്ട് അവസാനം ഒപ്പിടാൻ പേരൊന്നും എഴുതിയില്ല, ഒരു വര മാത്രം. ആ കത്തവിടെ വെച്ചു. പിന്നെ വഴിയിൽ പല സംഭവങ്ങളും നടന്നു. അതിലേക്കും നമ്മൾ പോകുന്നില്ല. ട്രെയിനിൽ കയറിയതും പോയതും, വഴിയിൽ ആരൊക്കെയോ വഴി കാണിച്ചു കൊടുത്തു. പല സ്ഥലങ്ങളിലും ഇറങ്ങി. തിരുക്കൊയിലൂരിൽ ഇറങ്ങി. അവിടെ അതുല്യനാഥേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ജ്ഞാനസംബന്ധർക്ക് അരുണാചലത്തിന്റെ ദർശനം കിട്ടി. അതേ സ്ഥലത്ത് വെച്ച് മഹർഷിക്ക് ഒരു ദിവ്യ ജ്യോതി ദർശനം ഉണ്ടായി. അതൊക്കെ യോഗാനുഭവങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ പോണില്ല. അവിടുന്ന് ആണ് സെപ്റ്റംബർ 1-ാം തീയതി അരുണാചലത്തിലേക്ക് വന്ന് ഇറങ്ങുന്നത്. ട്രെയിനിൽ വന്ന് ഇറങ്ങിയതാണ്. കുറെ ദൂരം നടന്നു. ഇടയിൽ ആരോ സഹായം ചെയ്തു. ട്രെയിനിൽ വന്നു. തിരുവണ്ണാമലയിൽ വന്ന് ഇറങ്ങി. അരുണാചലത്തിനെ ദൂരത്തുനിന്ന് കണ്ടു. ഇതൊക്കെ തന്നെ മഹർഷി അരുണാചല അഷ്ടകത്തിൽ പറയുന്നു. എന്നെ തന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു എന്നാണ്. മധുരയിൽ വെച്ച് തന്നെ സാക്ഷാത്കാരം തന്നുവെങ്കിലും തനിക്ക് ഏർപ്പെട്ടത് സാക്ഷാത്കാരമാണെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങനെ ജീവിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നു. അറുകുറും അമയം ഇത് അചലമാക്കണ്ടേൻ. ഇവിടെ വന്നതും അചലമാക്കണ്ടേൻ രണ്ടർത്ഥമാണ്. ഒന്ന് പർവ്വതമായി കണ്ടുവെന്നും, 2 നിശ്ചലമായി നിൽക്കുന്നത് കണ്ടു എന്നും അർത്ഥം. അചലമാക്കണ്ടേൻ. അടുത്ത പാട്ടില് മഹർഷി പറയണു, ജ്ഞാനോപദേശം ഉണ്ടായി എന്നാണ്. അരുണാചലത്തിനെ കണ്ട ഉടനെ, കണ്ടവൻ യവനെന കരുത്തിനുൾ നാട് കണ്ടവൻ ഇൻറിട നിன்றது കണ്ടേൻ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഈ കണ്ട ഞാൻ ആരാണ് എന്ന് അകമയ്ക്ക് അന്വേഷിച്ച് ആഴ്ന്ന് അകമയ്ക്ക് ഇറങ്ങിയപ്പോ ഈ കണ്ടു എന്ന് പറയുന്ന ആൾ ഉദിച്ചില്ല. കണ്ടില്ല എന്ന് പറയാനും അവിടെ ആളില്ല. കണ്ടനൻ എന്റിട കരുത്തെഴവില്ലേ, കണ്ടിലൻ എന്റിട കരുത്തെഴുമാറി. ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരാളില്ല, കണ്ടില്ല എന്ന് പറയാനും ഒരാളില്ല. അവിടെ കേവലം അചലമായ മൗനമായ ആ സത്യം. ഭഗവാൻ തന്നെ പറയുന്നു, ഇതിനെങ്ങനെ പറയും? ദക്ഷിണാമൂർത്തിയെ മിണ്ടാതിരുന്നു, ഇനി ആർക്ക് പറയാൻ പറ്റുമെന്നാണ്. ആ മൗനത്തിനെ അകമയ്ക്ക് കണ്ടു. അരുണാചല ക്ഷേത്രത്തിലേക്ക് വന്നു. നേരെ അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനത്തെ ഒരു അമ്പലം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റില്ല. അത്ര വലിയ അമ്പലം, കിലോമീറ്ററോളം വിസ്താരമുള്ള അമ്പലം. ആ അമ്പലത്തിനകത്ത് ആരുമില്ല. ഈ കുട്ടി വരുമ്പോ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോഴാണ് തിരക്ക് കൂടുതലായത്. ഒറ്റ ആളില്ല, പൂജ ചെയ്യുന്ന ആളുമില്ല, ആരുമില്ല. ഉച്ചയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. നേരെ ശ്രീകോവിലിൽ ചെന്നു. ശരീരത്തിൽ മുഴുവൻ ഒരു എരിച്ചലുണ്ടായിരുന്നു, തീ പിടിച്ച പോലെ. രാമകൃഷ്ണ പരമഹംസർക്കും ഉണ്ടായിരുന്നു അത്. അദ്ദേഹത്തിന് ഭൈരവി ബ്രാഹ്മണി എന്തോ ചെയ്തു. മഹർഷിക്ക് തനിക്ക് ഈ എരിച്ചൽ എന്താന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അതും അദ്ദേഹം സ്വീകരിച്ചു. നേരെ വന്ന് ആ ലിംഗത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു,
അപ്പാ ഉൻ ആണൈപ്പടി വந்தேன், ഇനി ഉൻ ഇഷ്ടം എൻ ഇഷ്ടം. ശരണാഗതിയാണ്. അങ്ങയുടെ അവിടുത്തെ ആജ്ഞ അനുസരിച്ച് ഞാനിതാ വന്നു. ഇനി എന്റെ ഇഷ്ടം ഇനി ഇല്ല എന്നാണ്. ഇനി അവിടുത്തെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ആ ജീവിതം മുഴുവൻ അതിന്റെ പ്രകാശമായിരുന്നു. നമുക്കും ഇത് വലിയ മന്ത്രമാണ്. ഇതൊന്ന് ജീവിതത്തിൽ സ്വീകരിക്കാമെങ്കിൽ ഇനി ഈശ്വരന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ, ഈശ്വരന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്ത് നടക്കുന്നു അത് ഈശ്വര ഇഷ്ടം. അതിൽ എന്റെ ഇച്ഛ വിഘ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്ത് നടക്കണോ നടക്കട്ടെ, എങ്ങനെ ഭഗവാൻ വെക്കണോ വെക്കട്ടെ, എവിടെ വേണമെങ്കിൽ ഇരുത്തട്ടെ, ജീവിതത്തിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ, എന്റെ ഇഷ്ടത്തിന് ഇനി ഞാൻ ജീവിതത്തിൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ദുർബല മനുഷ്യരാണ്, ഇഷ്ടം ഉണ്ടാവും. പക്ഷെ എന്റെ ഇഷ്ടം നടന്നാലും നടന്നില്ലെങ്കിലും കാര്യമില്ല. ഭഗവാന്റെ ഇച്ഛ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന്. ഉൻ ഇഷ്ടം എൻ ഇഷ്ടം. അവിടുന്ന് ഇറങ്ങി ചോട്ടിൽ വന്നു. ആരോ തലമുടി മൊട്ടയടിച്ചു കൊടുത്തു. ഒരു ബാർബറെ വിളിച്ച് മുണ്ടനം ചെയ്തു കൊടുത്തു. ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞു, പൂണലൊക്കെ വലിച്ചെറിഞ്ഞു. അമ്പലത്തിലെ ഒരു ഗോപുരത്തിൽ കയറിയിരുന്നു. ആഴ്ന്ന സമാധിസ്ഥിതിയിൽ. സമാധിസ്ഥിതിയിൽ എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ പിന്നീട് പറയേണ്ട നിത്യനിരന്തരമായ ബോധസ്ഫൂർത്തി, ഞാനെന്ന അനുഭവം ശരീരം, മനസ്സ്, ബുദ്ധി മുതലായിട്ടുള്ള ഉപാധികളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്തായിട്ട്, ചിത്തായിട്ട്, കേവല ആനന്ദ സ്വരൂപമായി പ്രകാശിക്കണു. അതിൽ മനസ്സില്ല, ധ്യാനിക്കണവനില്ല, ധ്യാനമില്ല, ത്രിപുടിയൊക്കെ പോയി കേവലമായ ആ സത്തില് സത്താ ചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോഃ യത് പ്രോക്തം കരുണാവശാത് ത്വയി മയാ. സത്യം ശ്രദ്ധസ്വാനഘ ശുദ്ധബുദ്ധിരസി ചേത് മാത്രാസ്തു തേ സംശയ എന്ന് ആചാര്യസ്വാമികൾ പറയണം. അതുപോലെ ഇവിടെ ഞാൻ നീ എന്നുള്ള വികല്പങ്ങളൊന്നുമില്ലാതെ കേവലമായ സച്ചിദാനന്ദത്തിന്റെ അനുഭവം. അവിടെ അമ്പലത്തിലിരുന്നു. കുട്ടികളൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. കല്ലെടുത്തെറിയും, ബഹളം കൂട്ടും. ശേഷാദ്രി സ്വാമികൾ എന്ന് പറയുന്ന വലിയൊരു സിദ്ധപുരുഷൻ തിരുവണ്ണാമലയിൽ മഹർഷി വരുന്നതിന് കുറച്ച് വർഷങ്ങൾ മുമ്പ് വന്ന് അവിടെയൊക്കെ ഭ്രാന്ത് പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കും. സ്വാമികൾ കണ്ടു ഇവിടെ ഒരാൾ വന്നിരിക്കണു, ഒരു വലിയ വഴുത്ത പഴം അവിടെ ഇരിക്കണു. സ്വാമികൾ ഈ കുട്ടിയെ രക്ഷിക്കാനായി അവിടെ വരും. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ അകത്ത് കടന്നാൽ വലതുവശത്ത് കാണുന്ന 1000 കാൽ മണ്ഡപം, അന്നൊക്കെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ആഴത്തിലൊരു ഗുഹയുണ്ട്, പാതാളലിംഗം. അതിനകത്തേക്ക് ചെന്നു. 10-16 വയസ്സ് പ്രായമാണ്. അകത്ത് ചെന്നിരുന്നു. എത്ര ദിവസം ഇരുന്നു എന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. ഭഗവാൻ അന്നും ഡേറ്റും ഡേ നൈറ്റ് ഒന്നും ഇല്ല. അപ്പോ മഹർഷി തന്നെ പിന്നീട് പറയും, ചിലപ്പോ കണ്ണു തുറന്നു നോക്കിയാൽ പകലായിരിക്കും, ചിലപ്പോ കണ്ണു തുറന്നു നോക്കുമ്പോൾ രാത്രിയായിരിക്കും, ഒന്നും അറിയില്ല. കരയിട പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ 10,000 ആണ്ടൊരൽപ്പനേരം എത്ര ദിവസം ഇരുന്നു എന്നൊന്നും അറിയില്ല. എന്തായാലും പുറമേ ഉള്ള ആളുകൾക്ക് മനസ്സിലായത്, ഒരു ദിവസം ഈ ശേഷാദ്രി സ്വാമികൾ ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരാൾ കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ സ്വാമി അതിനകത്ത് പോയിട്ട് വരുന്നത്? അതിനകത്ത് പാമ്പും തേളും ഒക്കെ ഉണ്ടല്ലോ. സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുക്കുള്ള ഒരു ചിന്ന സ്വാമി ഇരിക്കും, പോയി പാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അതിനകത്തൊരു ചെറിയ സ്വാമി ഇരിക്കുന്നുണ്ട്, പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുതലിയാർ, അദ്ദേഹം ഒരു മുതലിയാറായിരുന്നു. അദ്ദേഹം ഒരു റാന്തൽ വിളക്കും കുറെ ആളുകളുമായിട്ട് അകമകിച്ചെന്നു. ചെല്ലുമ്പോ അതിനകത്ത് മുഴുവൻ മാറാലും പെരിച്ചാഴിയും തേളും ഒക്കെയാണ്. അതിനകത്ത് ഇവർ ഒരു വിധം ക്ലീൻ ചെയ്ത് ഉള്ളിൽ ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുപ്പിന് ചോട്ടിലുള്ള ഭാഗമൊക്കെ ഈ ജീവികളും ജന്തുക്കളൊക്കെ കടിച്ച് വ്രണമാക്കി രക്തമൊക്കെ ചെലം കെട്ടി നിൽക്കുക. ഒന്നും അറിഞ്ഞിട്ടില്ല. ആനന്ദമായ ആ സ്ഥിതിയിൽ തന്നെ മറന്നിരിക്കുകയാണ്. ഇവരാശ്ചര്യപ്പെട്ടുപോയി, വിളിച്ചിട്ടൊന്നും എഴുന്നേക്കണില്ല. അങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. ദിവസം അമ്പലത്തിൽ നിന്നുള്ള പാല് വായിൽ ഒഴിച്ചു കൊടുക്കും.
അതിൽ ചിലപ്പോൾ പഴം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഔഷധികൾ ഉണ്ടാവും, അതൊക്കെ വായിൽ ഒഴിച്ചു കൊടുക്കും. ചിലപ്പോൾ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിലൊരു കഷ്ണം പഴമൊക്കെ വായിൽ തന്നെ ഇരിക്കണ്ടാവുന്നതാണ്. അങ്ങനെ അവർ ശുശ്രൂഷിക്കുകയും പതുക്കെ കാലിലൊക്കെ ഒരുമാതിരി നടക്കാമെന്നാവുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടന്ന് നടക്കും. ഒരു ഇലിപ്പമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് ആദ്യമായി ചിലവര് പണ്ഡിതന്മാരായിട്ടുള്ളവര് തമിഴിലുള്ള വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ മഹർഷിയുടെ മുമ്പിൽ വന്ന് വായിക്കണത്. വേദാന്ത ചൂടാമണി, വാസിഷ്ഠം എന്നുള്ള തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങൾ, വേദാന്ത ചൂടാമണി, കൈവല്യ നവനീതം, വാസിഷ്ഠം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ മഹർഷിയുടെ മുമ്പിൽ വായിക്കുമ്പോ അദ്ദേഹം വളരെ അലേർട്ടാണ്, പക്ഷെ ഒന്നും മിണ്ടില്ല, നിശ്ചലമായിട്ടിരിക്കും. ആ സ്ഥിതിയിലാണ് അദ്ദേഹം പിന്നെ പറയുന്നു. ഇതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട് തന്നെ അവർക്കറിയില്ല, അവർ മുമ്പിലിരുന്ന് വായിക്കും. പിന്നീട് അദ്ദേഹം പറയണു, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കുണ്ടായ അനുഭവത്തിനെയൊക്കെ ഇത്ര വിസ്തരിച്ച് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഇതിനാണ് ബ്രഹ്മം എന്ന് പേരെന്നും ഇതിനെ സാക്ഷാത്കരിക്കാനായ ആളുകൾ പലവിധ സാധനകളും ശാസ്ത്രാധ്യയനവും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അപ്പോഴാണ് പിടികിട്ടിയത് എന്നാണ്. ഇതിനുവേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല അന്ന് വായിച്ചത് മുഴുവൻ അങ്ങനെ ഉള്ളിൽ കയറി നിന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ ആരെന്ത് കേട്ടാലും മഹർഷി ഉത്തരം പറയും. അതിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുക തന്നെ ചെയ്യും. കൈവല്യ നവനീതമാവട്ടെ, വാസിഷ്ഠമാവട്ടെ, വേദാന്തത്തിന്റെ ടെർമിനോളജി ഒക്കെ അങ്ങനെ കടന്നതാണ് ഉള്ളില്. ഈയിടെ അടുത്ത് ജി ബാലകൃഷ്ണൻ നായർ സാർ ചോദിച്ചു, മഹർഷി എങ്ങനെയാ വേദാന്തം പഠിച്ചിട്ടില്ല സമ്പ്രദായമായിട്ടെന്ന് പറയുന്നു, പക്ഷെ വേദാന്തത്തിൽ എന്തൊക്കെ സമ്പ്രദായത്തിൽ ടെക്നിക്കൽ ടേംസ് ഉണ്ടോ അതൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ വാക്കുകളൊക്കെ വ്യക്തമായി ചോദിച്ചാൽ ഉത്തരം പറയണ്ടല്ലോ. അതിന് കാര്യം ഇതാണ്. അന്ന് കേട്ടു, പിന്നീട് ഒരു ശിഷ്യന് വേണ്ടി സകല ഗ്രന്ഥങ്ങളും താൻ നോക്കുകയും ആ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്റെ ഉള്ളിൽ അറിയാം, ഗീതയും വേദാന്ത ഉപനിഷത്തുകളും ഒക്കെ. പക്ഷെ അതൊന്നും, ആ പാണ്ഡിത്യം ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. നേടേണ്ടത് നേടിക്കഴിഞ്ഞിട്ടാണ് ഇതിലേക്കൊക്കെ നോക്കണത്. മഹർഷി തന്നെ പിന്നീട് പറയും, ഗ്രന്ഥങ്ങളൊക്കെ എന്തിനു സഹായിക്കും? കണ്ണാടി പോലെയാണ്. യസ്യ നാസ്തി സ്വയം പ്രജ്ഞാ ശാസ്ത്രം തസ്യ കരോതിക്കും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഹ്യം കരിഷ്യതി. അകമേക്ക് പ്രജ്ഞ തെളിഞ്ഞാൽ ശാസ്ത്രമൊക്കെ തുറന്നു വെച്ച പുസ്തകമാകും. അപ്പൊ സ്വയം കണ്ടെത്തിയ അനുഭവത്തിനെ ശാസ്ത്രത്തിൽ പിന്നെ പ്രാമാണ്യത്തോടുകൂടെ നിശ്ചയിക്കുകയാണ്. അങ്ങനെ കുറെ കാലം ജീവിച്ചു. പിന്നെ മലയുടെ മുകളിലൊക്കെ കയറി ജീവിച്ചു. ഗുരുമൂർത്തം എന്ന് പറയുന്ന അകന്നൊരു സ്ഥലത്ത് ജീവിച്ചു. അങ്ങനെ ഇരുന്ന് പിന്നെ പല മഹാത്മാക്കളും അടുത്ത് വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് അപ്പൊ പേരൊന്നും ആർക്കും അറിയില്ല. ബ്രാഹ്മണസ്വാമി എന്ന് പറയും, ചിന്നശേഷാദ്രി എന്ന് പറയും, ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. ആദ്യമായി കാവ്യകണ്ഠ ഗണപതി മുനി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, ഒരു യോഗി, കാവ്യകണ്ഠൻ എന്ന് അദ്ദേഹത്തിന് ബംഗാളിൽ ചെന്ന് കവികളുടെ സദസ്സിൽ വെച്ച് സ്വച്ഛന്തമായി അങ്ങനെ കവിത ചൊല്ലി ആശ്ചര്യപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് കണ്ഠേ കാവ്യ എന്നുള്ള അർത്ഥത്തിലാണ് കാവ്യകണ്ഠൻ എന്ന ബഹുമതി വന്നത്. അനേക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാതപസ്വിയാണ്, സിദ്ധനാണ്. ആ കാവ്യകണ്ഠ ഗണപതി മുനിയാണ് രമണ മഹർഷി, ഭഗവാൻ രമണ മഹർഷി എന്ന് വിളിച്ചത്. കാവ്യകണ്ഠന് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് സർവശാസ്ത്രങ്ങളും വ്യുത്പത്തി ഉണ്ടായിട്ടും വാസ്തവത്തിലുള്ള സത്യദർശനം ഉണ്ടാവാത്തത് കൊണ്ട് ഒരു കാർത്തിക ദീപ സന്ദർഭത്തിൽ മലമുകളിൽ കയറി വരികയും ഇവിടെ ആ ബ്രാഹ്മണസ്വാമി വിരൂപാക്ഷ ഗുഹയിൽ ഇരിക്കുന്നത് കാണുകയും ചെയ്ത് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, ഞാൻ സർവശാസ്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു, വേദാർത്ഥവും പലതും ഗ്രഹിച്ചിരിക്കുന്നു, പ്രാണായാമാദി യോഗസാധനകളും ഒക്കെ അനുഷ്ഠിച്ചു, മന്ത്രജപവും ഒക്കെ ഇഷ്ടം പോലെ ചെയ്തു. എന്നിട്ടും യഥാർത്ഥമായ സത്യം എനിക്ക് ഇനിയും തെളിഞ്ഞില്ല. യഥാർത്ഥമായ തപസ് എന്താണ്? ജ്ഞാനതപസ് എന്താണ്? ഈ ചോദ്യത്തിന് മഹർഷി കുറച്ചുനേരം മിണ്ടാതിരുന്നു. അത് അദ്ദേഹത്തിന്റെ സമ്പ്രദായമാണ്. എന്നിട്ടാണ് പിന്നെ പറഞ്ഞു, അത്രയും കാലം മൗനിയായിരുന്നു അദ്ദേഹം, കാര്യമായിട്ട് മിണ്ടിയിട്ടില്ല. ആദ്യമായി കാവ്യകണ്ഠൻ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയണത്. ഞാൻ എന്ന സ്ഫൂർത്തി ഉദിക്കുന്നത് എവിടെ എന്ന് ശ്രദ്ധിക്കാം.
ഞാൻ എന്ന അഹംവൃത്തി, അഹങ്കാരവൃത്തി എല്ലാ വൃത്തികൾക്കും മൂലമാണ്. ഞാൻ എന്നുള്ള വൃത്തിയില്ലാതെ നീ, അവൻ മുതലായിട്ടുള്ള വൃത്തികളൊന്നും പൊന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോ കാണാം, ദിവസവും ലോകം അറിയും, പതുക്കെ മനസ്സ് സ്വപ്ന ലോകത്തിൽ പ്രവേശിക്കും. പിന്നെ ഞാൻ എന്നുള്ള വ്യക്തിത്വവും ലയിച്ചു കഴിഞ്ഞാൽ ഉറങ്ങും. എഴുന്നേൽക്കുമ്പോ അതേപോലെ ആദ്യം ഞാൻ എന്നുള്ള വ്യക്തിത്വം പൊന്തും, പിന്നെ മനസ്സ് പകുതി വിരിയും, പിന്നെ നല്ലവണ്ണം വിരിഞ്ഞാൽ ജാഗ്രത. മനസ്സിന്റെ വേരാണ് ഞാൻ എന്നുള്ള ഈ പ്രഥമ വികാരം. പ്രഥമ വികാരോ ഭവത്യഹങ്കാര. അപ്പൊ ഈ പ്രഥമ വികാരം, അഹംവൃത്തി, എല്ലാ വൃത്തികളിലും ഇത് പിണഞ്ഞു കിടക്കുന്നു. മഹർഷി പറയും, മനസ്സ് തന്നെ അഹംവൃത്തിയാണെന്നാണ്. വൃത്തയസ്തു അഹംവൃത്തിമാശ്രിതാഹ വൃത്തയോ മനഃ വിദ്ധി അഹം മനഃ. കണക്കിൽ എത്ര അക്കൗണ്ട്? കണക്കില് എത്ര നമ്പേഴ്സ് ഉണ്ട്? കേട്ടാൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നും, അല്ലേ? ചിലര് പറയും 9 ഉണ്ട് എന്ന് പറയും. വാസ്തവത്തിൽ ഒരക്കമേ ഉള്ളൂ, 1. 1 മറ്റൊരു 1നെ കൂട്ടി 2 ആവുന്നു, മറ്റൊരു 1നെ കൂട്ടി 3 ആവുന്നു, മറ്റൊരു 1നെ കൂട്ടി 4 ആവുന്നു. അസംഖ്യം വേഷമിടുന്ന ഒരേ ഒരു അക്കമേ കണക്കിലുള്ളൂ. ചോദ്യത്തിന് ഉത്തരം ലളിതമാണെങ്കിലും വിഷമം പിടിച്ച ചോദ്യം പോലെ തോന്നുന്നു നമുക്ക്. അതേപോലെ മനസ്സിൽ അനേകം ചിത്തവൃത്തികൾ ഉള്ള പോലെ തോന്നണമെങ്കിലും വാസ്തവത്തിൽ ഒരു ചിത്തവൃത്തിയേ ഉള്ളൂ, ഞാൻ എന്ന വ്യക്തിത്വം, അഹംവൃത്തി. ആ അഹംവൃത്തി തന്നെയാണ് കാമമായിട്ടും ക്രോധമായിട്ടും ലോഭമായിട്ടും മതമായിട്ടും ആശ്ചര്യമായിട്ടും ഒക്കെ വേഷമിടുന്നത്, ആസക്തിയായിട്ടും എല്ലാം. എന്തും ഈ അഹംവൃത്തിയോട് സംബന്ധപ്പെട്ടാലേ ചിത്തവൃത്തികൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളാം. എന്ത് മനസ്സിലെ വിചാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ അഹംവൃത്തിയോട് സംബന്ധപ്പെടണം. ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, ഭാര്യ അടുത്ത വീട്ടിലെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നു, ഭർത്താവ് ശ്രദ്ധിക്കണേ ഇല്ല, അതെന്തോ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് പത്രം വായിക്കാം. ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? പത്രമൊക്കെ വലിച്ചെറിഞ്ഞു, എഴുന്നേറ്റു, ചണ്ട കൂടാൻ തുടങ്ങി. ഇത്രയും നേരം പറഞ്ഞ അതേ വാക്ക് എന്റെ മേലെ ആരോപിച്ചപ്പോ ഉടനെ എന്റെ ഉള്ളിലുള്ള ചിജ്ജട ഗ്രന്ഥിയെ അത് തൊട്ടു. ചിജ്ജട ഗ്രന്ഥി എന്നൊക്കെ പറയുന്നത് ഈ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷണം ചെയ്യുക. കാവ്യകണ്ഠൻ ആദ്യമായി കൊടുത്ത ഉപദേശം അതാണ്. ഈ ഞാൻ എന്നുള്ള അഹങ്കാര വൃത്തി എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്കുക. അഹമയം കുതോ ഭവതി ചിന്വതഃ ഐപതത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. അഹമയം കുതോ ഭവതി ചിന്വതഃ. ഈ ഞാൻ എന്നുള്ള ഈ വൃത്തി എവിടെ ഉദിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ അത് ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കും. അവിടെ മറ്റൊന്ന് താനായി പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, അത് പരമപൂർണ സത്. ഞാൻ എന്നുള്ളത് എന്താണ്? ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്? അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാക്കും. അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ശൈവസിദ്ധാന്തത്തിൽ ശിവനെ വന്ദിക്കുന്നത് തന്നെ എങ്ങനെയാണ്? നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ. അഹം എന്നുള്ള പദത്തിന്റെ ഉണ്മയായ പൊരുൾ. വൈയാകരണന്മാര് പോലും ഒരു വൈചിത്ര്യം ചെയ്തു ആ വാക്കില്. നമ്മുടെ കൃഷ്ണകുമാർ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ ശബ്ദജാലം തുടങ്ങുന്നത് ആ എന്നാണ്, അവസാനിക്കുന്നത് ആവട്ടെ ഹ എന്നാണ്. വായ അടച്ചാൽ എന്ന് വായി, എല്ലാം അതിനകത്ത് അടങ്ങി. അഹം എന്നുള്ളതിലെ എല്ലാ അക്ഷരങ്ങളും അടങ്ങി അതിനകത്ത്. പേരിൽ പോലും അങ്ങനെയാണ്. ആ അഹം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ ആദ്യ നാമമാണ് എന്ന് ശ്രുതി തന്നെ പറയുന്നുണ്ട്. അഹം നാമാഭവത്ത്. അഹം എന്ന് വെച്ചാൽ ലാംഗ്വേജിലുള്ള അഹമല്ല, അതിന്റെ അനുഭവം. ഞാൻ എന്നുള്ള വ്യക്തിത്വത്തിന്റെ സ്പന്ദനം. ആ സ്പന്ദനത്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ബോധപൂർവം, സുഷുപ്തിയിൽ ബോധപൂർവമല്ലാതെ ലയിക്കുന്നുണ്ട്. പക്ഷെ ജാഗ്രത്തിൽ ബോധപൂർവം ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്താൽ അത് എവിടെ ഉദിക്കണം? അത് എന്താണ്? ഞാൻ എന്ന് വാസ്തവത്തിൽ ഒരു വ്യക്തി ഉണ്ടോ? എനിക്ക് ബന്ധം, എനിക്ക് ദുഃഖം, എനിക്ക് വിഷമം, എനിക്ക് ശാന്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാൻ ആരാണ്?
ഈ ഞാൻ എന്നുള്ളത് എന്താണ്, ഞാൻ എവിടെ ഉദിക്കണു, ഞാൻ എന്ന് പറയണ്ടല്ലോ. ശ്രദ്ധിച്ചാൽ ഈ ഞാൻ ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കും. ശ്രദ്ധ വിട്ടാൽ പൊന്തും. വിക്ഷേപശതം കരോതി എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞ. ശ്രദ്ധ അവിടുന്ന് അങ്ങോട്ട് മാറിയാൽ ഇയാൾ പൊന്തി വന്ന് നൂറ്റിക്കണക്കിന് വിക്ഷേപം ഉണ്ടാക്കി നമ്മളെ പറ്റിക്കും. ശ്രദ്ധിച്ചാൽ ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ എന്നുള്ള അഹങ്കാരം ഉദിക്കാതെ ഇരിക്കും. നാൻ ഉദിയാത് ഉള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ நான் உதிக்கும் ஸ்தானமதை நாடாமல் நான் உதியா தன்னிழப்பை சார்வதெவன் சத்யாஸ்திதி നാഹമുദേതി യത്ര ന അഹമുദേതി യത്ര. അഹം എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതിയിൽ നമ്മള് തദ്വസ്തുവായിട്ടിരിക്കുന്നു. ഉപനിഷത്തുകളൊക്കെ പറയുന്ന ആ തദ്വസ്തു, ആ പരമ്പൊരുളായിട്ടിരിക്കുന്നു. വ്യക്തിത്വം ഉദിച്ചാൽ വ്യക്തിത്വത്തിനെയും വെച്ചുകൊണ്ട് പൂർണ്ണ സത്യത്തിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഈ വ്യക്തിത്വത്തിന് അല്പം എന്നാണ് പേര്, പൂർണ്ണത്തിന് ഭൂമാവ് എന്നാണ് പേര്. ഭൂമാവ് നമ്മളുടെ സ്വരൂപമാണ്. ഈ അല്പം അതിൽ നിന്ന് പൊന്തി വരികയും മറഞ്ഞു പോവുകയും ചെയ്യുന്ന തൽക്കാല പ്രതിഭാസമാണ്. ഈ അല്പമായ എന്റെ വ്യക്തിത്വം ദിവസം സുഷുപ്തിയിൽ ഇല്ലാതാവണുണ്ട്. അവിടെ ശരീരവുമില്ല, മനസ്സുമില്ല, ഞാനെന്നുള്ള വ്യക്തിത്വമില്ല. അവിടെ സുഖമുണ്ട്. എല്ലാവർക്കും യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. എവിടെ ഏത് നാട്ടിൽ പോയാലും ആരും ദുഃഖത്തോടെ ഉറങ്ങി എന്ന് പറയണില്ല, സുഖമായി ഉറങ്ങി എന്നാണ്. ആ സുഖം എവിടെ നിന്ന് വന്നു? ജാഗ്രതത്തിലാണെങ്കിൽ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ മണക്കുകയോ രുചിക്കുകയോ സ്പർശിക്കുകയോ ചെയ്താലേ സുഖമുള്ളൂ, ഭാവന ചെയ്താലേ സുഖമുള്ളൂ. പക്ഷെ സുഷുപ്തിയിൽ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മണത്തില്ല, ഒന്നും രുചിച്ചില്ല, മനസ്സും പ്രവർത്തിച്ചില്ല, സുഖിക്കുന്ന ആളുമില്ല. എന്നിട്ട് സുഖം സ്വരൂപമായിട്ടിരുന്നു നമ്മൾ. ആ സുഖം നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ്. ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്ത് ഈ ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് അത് ഉദിക്കുന്ന സ്ഥലത്ത് ലയമായാൽ നിത്യമായ സത്യം അഥവാ ബ്രഹ്മം, പൂർണ്ണവസ്തു ഹൃദയത്തിൽ പ്രകാശിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വാസനകൾ ഉദിക്കുമ്പോഴൊക്കെ, മനസ്സിൽ വിചാരങ്ങൾ ഉദിക്കുമ്പോഴൊക്കെ, വിചാരങ്ങൾ ആർക്കുദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് ഞാൻ ആരാണ്? എനിക്ക് കോപം വരുന്നു, ഈ കോപം വരുന്ന ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധ കോപം എന്നുള്ള വികാരത്തിൽ നിന്നും ഞാൻ എന്നുള്ള വികാരപ്പെടുന്നവനിലേക്ക് തിരിയും. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ആരാണ്? എനിക്ക് മനസ്സിന് വിഷമം വരികയാണെങ്കിൽ ഈ വിഷമം ആർക്ക് വരണു? എനിക്ക് വരണം. ഞാൻ ആരാണ്? ഇതൊരു മഹാമന്ത്രമാണ്. ഈ മന്ത്രം ചോദിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. ചോദിച്ചാൽ ആ ക്ഷണം ഈ അഹങ്കാരം എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു വസ്തു മറഞ്ഞും പോകും. വീണ്ടും നമ്മൾ ശ്രദ്ധ വിട്ടാൽ പൊന്തും. വാസനാക്ഷയം ഉണ്ടാവുന്നവരെ ഈ ആത്മവിചാരം തുടർന്ന് ചെയ്യണം. വിശേഷമായി വാസന ഒടുങ്ങുന്നവരെ ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെ ഉദിക്കണു, ഞാൻ എന്ന് പറയണമല്ലോ, ഇത് വാസ്തവത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അഹം സ്പന്ദനത്തിനെ പിടിക്കണം, ആ സ്ഫൂർത്തിയെ ഗ്രഹിക്കണം, മൂലാന്വേഷണം ചെയ്യണം. ഇതാണ് മഹർഷി കാവ്യകണ്ഠ ഗണപതി മുനിക്ക് ഉപദേശിച്ചത്. ഇതാണ് തപസ്സെന്ന്. ഈ ഉപദേശം കിട്ടിയ ഉടനെ കാവ്യകണ്ഠൻ പറഞ്ഞു, ഇദ്ദേഹം സാമാന്യ മനുഷ്യനല്ല, ഇന്നു മുതൽ അദ്ദേഹത്തിനെ രമണ മഹർഷി എന്ന് വിളിക്കണം. യത്പൂർവം ശ്രുതിപാരദർശി ധിഷണോ ദ്വൈപായനോധ്യാരുഹത് പശ്ചാത് ബോധകലാവിദൂതതിമിര ശങ്കാപഹ ശങ്കരഃ തത്സമ്പ്രത്യഖിലാവനീതലജുഷാം ആചാര്യസിംഹാസനം ദേവത്വാം പ്രതിവീക്ഷത്തെ നരതനോ ഗീർവാണസേനാപതേ എന്ന്. അദ്ദേഹം വിളിച്ചത് മഹർഷിയെ സുബ്രഹ്മണ്യനായിട്ടും സനത്കുമാരനായിട്ടും ഒക്കെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെയാണ് ദർശനം. കാവ്യകണ്ഠ ഗണപതി മുനി എപ്പോഴും മഹാത്മാക്കൾ തനിച്ചു വരില്ല. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ വരുമ്പോ ചിലരെയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. ഇവരൊന്നും സാധാരണ ആളുകളല്ല, കാരകപുരുഷന്മാരാണ്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ വ്യാസഭഗവാൻ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആവിർഭാവമൊക്കെ. അപ്പൊ കാവ്യകണ്ഠ ഗണപതി മുനി ജനിച്ചത് കാശിയിലുള്ള ഡുണ്ടി ഗണപതിയുടെ സന്നിധിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു ഗണപതിയുടെ ദർശനം ഉണ്ടായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഗണപതി എന്ന് പേര് വെച്ചത്. അപ്പൊ കാവ്യകണ്ഠൻ രമണ മഹർഷിയോട് പറഞ്ഞു, അങ്ങയ്ക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം,
പക്ഷെ ഏട്ടനെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങ് ആരാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ജ്യേഷ്ഠസ്യാപി സ്വപൂർവജസ്യ ഗുരുതാം പ്രാപ്തോസി ധീ ഗൗരവാത്. പൂർവജനായിട്ടുള്ള എനിക്ക് തന്നെ ധീ ഗൗരവാത് ഗുരുതാം പ്രാപ്തോസി, നീ ഗുരുവായിട്ട് തീർന്നിരിക്കുന്നു. നീ ഗീർവാണ സേനാപത്തെ, പൗരാണികർ ആരെ മുരുകൻ എന്ന് വിളിക്കുന്നുവോ ആ മുരുകൻ സനത്കുമാരനാണ്. സനത്കുമാരൻ തന്നെയാണ് സുബ്രഹ്മണ്യനായിട്ട് ജനിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ അതിനൊക്കെ കഥയുണ്ട്. സനത്കുമാരൻ എങ്ങനെ സുബ്രഹ്മണ്യനായിട്ട് ജനിച്ചു എന്നൊക്കെ. പൂർണ്ണ ജ്ഞാനാവതാരമാണ്, ജ്ഞാനജനനുമാണ്. ആ സനത്കുമാരനാണ് ഗീതാഭാഷ്യം ആരംഭിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയണത് ജ്ഞാനസമ്പ്രദായ പ്രവർത്തകന്മാരിൽ മുൻപിലുള്ളവർ അവരാണെന്നാണ്. പൂർവം സനക സനന്ദനാദീൻ ഉത്പാദ്യ നിവൃത്തിധർമ്മം ഗ്രാഹയാമാസ വേദോക്തം. വേദോക്തമായ നിവൃത്തിധർമ്മം സനത്കുമാരാദികളിലൂടെയാണ് ഈ ലോകത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മഹർഷിയെ കണ്ട ഉടനെ കാവ്യകണ്ഠ ഗണപതി മുനിക്ക് അങ്ങനെ ഒരു ഭാവമാണ് ഉണ്ടായത്, ആ ദർശനം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യത്പൂർവം ശ്രുതിവാരദർശിധിഷണോ ദ്വൈപായനോധ്യാരുഹത്. വേദവ്യാസൻ എവിടെ ഇരുന്നുവോ പശ്ചാത് ബോധകലാവിധൂതതിമിര ശങ്കാപഹ ശങ്കര. ശങ്കരാചാര്യർ ഏത് സിംഹാസനത്തിലിരുന്നുവോ ദേവത്വാം പ്രതിവീക്ഷത്തെ. ആ സിംഹാസനം, ആചാര്യ സിംഹാസനം, ഹേ ദേവ ഗീർവാണ സേനാപത്തെ, അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് അവിടെ ഇരിക്കാൻ തികച്ചും യോഗ്യനായിട്ടുള്ള അദ്വൈത സാമ്രാട്ടാണ് അവിടുന്ന് എന്ന് പറഞ്ഞ് മഹർഷിയെ കാവ്യകണ്ഠ ഗണപതി മുനിയാണ് രമണ മഹർഷി എന്നുള്ള പേര് വെച്ചത്. മഹർഷി അത് തന്റെ പേരാണെന്നൊന്നും ഗ്രഹിച്ചിരുന്നില്ല. രമണ മഹർഷി ആരാണെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹമാണെന്ന് അറിയാതെ ചോദിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ പറയും, ആവോ എനിക്കറിയില്ല എന്ന് പറയും. ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും അദ്ദേഹം. താൻ മഹർഷിയാണെന്നൊന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ല. നാഹം മനുഷ്യോ നച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപ എന്ന സത്യസ്ഥിതിയിലാണ് അദ്ദേഹം ഇരുന്നത്. ഞാനിതൊന്നും അല്ല എന്നുള്ള മട്ടിലാണ്. കേരളക്കാരനായ അമൃതനാഥ യതീന്ദ്രൻ, നാരായണ ഗുരുദേവന്റെ ശിഷ്യൻ, അദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരാണ്? കാരണം മഹർഷിയെ കണ്ടപ്പോ, ഇപ്പോ കൃഷ്ണകുമാർ സാറിന്റെ അച്ഛൻ വികാരഭരിതനായി പറയുമെന്ന് പറയണ പോലെ കണ്ടവർക്കൊക്കെ അങ്ങനെ ഒരു അലൗകികത തോന്നിയിരുന്നു. അപ്പൊ ഈ അമൃതനാഥ യതീന്ദ്രൻ മലയാളത്തിൽ ഒരു കവിത എഴുതി മഹർഷിയുടെ മുമ്പിൽ വെച്ചു. മഹർഷിക്ക് മലയാളം നല്ലവണ്ണം അറിയാം. മലയാളത്തിൽ മഹർഷി തന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട്. സദ്ദർശനം, ഉപദേശസാരമൊക്കെ മഹർഷി തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരാണ്? ശിവഗുരുവോ യതിവരനോ? ഹരിയോ ശിവഗുരുവോ യതിവരനോ? എന്താണ്? അറിവാനൊരു കുതുകം മമ ഹൃദയേ ഗുരുമഹിമ എന്ന് എഴുതി വെച്ചു. മഹർഷി അത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ പുറകുവശത്തിൽ മലയാളത്തിൽ തന്നെ അത് എഴുതി. പിന്നെ അത് തമിഴിലുമാക്കി. അരിയാതീതര ജീവര ദഹവാരിജ ഗുഹയിൽ അറിവായിരമി പരമാത്മൻ അരുണാചല രമണൻ. ഹരൻ അങ്ങ് ആരൊക്കെ പറഞ്ഞു അവര് സകല ജീവരാശികളുടെയും ഹൃദയത്തിൽ ഏതൊരു ബോധം അന്തര്യാമിയായി ആത്മരൂപമായി പ്രകാശിക്കുന്നുവോ ആ ആത്മാവാണ് അരുണാചല രമണൻ. ആ ആത്മാവിനെ അറിയണമെങ്കിൽ അകമേക്ക് ആഴ്ന്ന് അന്വേഷിച്ച് സത്യത്തിനെ കണ്ടെത്തിയാൽ ഞാനും അങ്ങും ഒക്കെ ഒന്ന് തന്നെ. എല്ലാവരിലുള്ള അന്തര്യാമി ആ ആത്മവസ്തുവാണ്. ആ ആത്മാവിനെ കാണിച്ചു തരാനാണ് ജീവൻ മുക്തരായ മഹാപുരുഷന്മാർ സ്വയം സത്യദർശികളായി ശരീരം ഇല്ലാതാക്കി തീർത്തിട്ട്. അവർക്ക് ശരീരമൊന്നുമില്ല. അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത. ശ്രുതി പറയണത് ശരീരമില്ലാത്ത തലത്തിൽ നിൽക്കണമെന്നാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഉണ്ടായാലേ ഉപനിഷത്തും വേദവും ഒക്കെ ഇവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആചാര്യസ്വാമികൾ അതാണ് പറയണത്. ജീവൻ മുക്തന്മാർ ഉണ്ടാവും എന്ന് സമ്മതിക്കാൻ വയ്യെങ്കിൽ, അവർക്ക് പിന്നെയും ശരീരബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉപനിഷത്തുകളൊന്നും കിട്ടില്ലായിരുന്നു എന്നാണ്. അവര് ശരീരമില്ലാത്തവരാണ്. ദേഹസ്ഥോപി ന ദേഹസ്ഥ വിദ്വാൻ സ്വപ്നാദ് യഥോത്ഥിത. അദേഹസ്ഥോപി ദേഹസ്ഥ അജ്ഞാനി അദേഹസ്ഥോപി ദേഹസ്ഥ. ദേഹമില്ലെങ്കിലും ദേഹം ഉണ്ടവന്. ജ്ഞാനിക്ക് ദേഹം ഉള്ളപ്പോഴും ദേഹമില്ല. ആ ജീവൻ മുക്തി സ്ഥിതിയിൽ 54 വർഷം അരുണാചല സാനുക്കളിൽ മഹർഷി വസിച്ചു. വിരൂപാക്ഷ ഗുഹയിൽ വസിച്ചു, സ്കന്ദാശ്രമത്തിൽ വസിച്ചു, പിന്നെ രമണാശ്രമത്തിൽ വന്നു വസിച്ചു. രമണാശ്രമത്തിൽ വസിക്കുന്ന കാലത്താണ് അനേകം മഹാത്മാക്കൾ കണ്ടിട്ടുള്ളത്. നാരായണ ഗുരു
മഹർഷിയെ കണ്ടത് സ്കന്ധാശ്രമത്തിൽ വെച്ചാണ്. അപ്പോഴാണ് മഹർഷിയുടെ അവസ്ഥ കണ്ടിട്ട് നിർവൃത്തി പഞ്ചകം എന്ന് പറഞ്ഞ 5 ശ്ലോകങ്ങൾ എഴുതി മഹർഷിയെ കണ്ടിട്ട്. കാനാമജാതി കോ ദേശ പ്രവൃത്തി കിയദ്വയ ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃത്തി ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്നൊരു ശ്ലോകം. ഇങ്ങനെ 5 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി. മുനിചര്യാപഞ്ചകം എന്നൊരു കൃതി എഴുതി. തപോവനസ്വാമികൾ വിരൂപാക്ഷ ഗുഹയിൽ വെച്ചാണ് മഹർഷിയെ കണ്ടത്. രമണാശ്രമത്തിൽ വന്ന ശേഷം അനേകം മഹാത്മാക്കളും മഹർഷിയെ ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും മഹർഷിയെ നേരിട്ട് കണ്ട പലരുമുണ്ട്. അതുകൂടാതെ പാശ്ചാത്യ ദേശങ്ങളിൽ നിന്ന് പലരും വന്നു. പോൾ ബ്രണ്ടൻ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയപ്പോഴാണ് പാശ്ചാത്യ ദേശം മുഴുവൻ ഒരു കോളിളക്കം പോലെ മഹർഷിയെ കുറിച്ച് അറിയാനായതും അന്വേഷിച്ച് തിരുവണ്ണാമലയ്ക്ക് വരാൻ തുടങ്ങിയതുമൊക്കെ. അങ്ങനെ 1950 വരെ ആ ദിവ്യ ജ്യോതിസ് അവിടെ പ്രകാശിച്ചു. രാവും പകലും 24 മണിക്കൂറും ആർക്കും ചെന്ന് കാണാം. അവസാന കാലത്ത് സമാധിക്ക് മുമ്പ് ക്യാൻസർ വന്നപ്പോ മാത്രം ആളുകൾ തിരക്കുകൂടാൻ തുടങ്ങി. അതിനു മുമ്പൊന്നും ആരും വലിയ തിരക്കൊന്നുമില്ല. ഒരു 50 പേരുണ്ടാവും, 30-40 പേരുണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ തിരക്കൊന്നുമില്ല. എപ്പോഴും ശുദ്ധജ്ഞാനം പ്രകാശിക്കുന്ന സ്ഥലത്ത് കാര്യമായി തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വേണ്ടവർക്കൊക്കെ കിട്ടി. ഇന്നും അത് പടർന്നുകൊണ്ടേയിരിക്കുന്നു, പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു, പരന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തുനിന്ന് പല ദിക്കുകളിൽ നിന്നും ആ ഉപദേശം അറിഞ്ഞ് ആ സന്നിധിയിലിരിക്കാൻ, മഹർഷി നടന്ന ആശ്രമത്തിൽ വന്ന് കാണാനായിട്ടും 54 വർഷം ആ ജീവൻ മുക്തൻ വസിച്ച സ്ഥലം കാണാനായിട്ടും ആ സമാധിക്ഷേത്രം കാണാനായിട്ടും ജനങ്ങൾ വരുന്നുണ്ട്. ഇന്നും അത് വളരെ പ്രബലമാണ് സന്നിധി. കൃഷ്ണകുമാർ സാറ് പറഞ്ഞു, എന്നെ അദ്ദേഹം രമണ മഹർഷിയുടെ നേരിട്ടുള്ള ശിഷ്യനാണെന്ന് പറഞ്ഞു. അത് സത്യമാണെന്നും പറയാം, ശരിയല്ല എന്നും പറയാം. കാരണം മഹർഷി 1950 സമാധിയായി കഴിഞ്ഞു. അതുകൊണ്ട് നേരിട്ട് സ്ഥൂലമായി ശരീരത്തിൽ കണ്ടു എന്ന് പറയാൻ ഈ ജന്മത്തിൽ എനിക്കാവില്ല. പക്ഷെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കുറവ് ഉണ്ടായില്ല. ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമായി അരുണാചലം എങ്ങനെ മഹർഷിയെ സ്വാധീനിച്ചു, അതുപോലെ മഹർഷിയുടെ സന്നിധി എനിക്ക് അഭയം തന്നു, എനിക്ക് രക്ഷ തന്നു. ഞാനും ഇതേപോലെ ഇപ്പൊ സ്വാമിജിക്കൊക്കെ അറിയാം, ആത്മസ്വരൂപാനന്ദ സ്വാമിക്ക് എന്നെ കുട്ടിക്കാലം മുതൽ പരിചയമുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ പരിചയമുണ്ട്. രാമകൃഷ്ണാശ്രമത്തിൽ അന്ന് എത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അതൊക്കെ സ്വാമിക്കറിയാം. സ്വാമിജിയാണ് ആദ്യമായിട്ട് പിടിച്ച് എന്നെ കൊണ്ട് തൃശ്ശൂരൊക്കെ കൊണ്ടുവന്ന് പ്രഭാഷണമൊക്കെ ചെയ്യിപ്പിച്ചത്. ഞാനൊന്നും ഒരു കാലത്ത് ഒരു പ്രസംഗം ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഇന്നും ആഗ്രഹമൊന്നുമില്ല. ഇതിപ്പൊന്നും പ്രസംഗം എന്ന് പറയാനും വയ്യ. അതേപോലെ സംസ്കൃതം പഠിച്ചതോ ഉപനിഷത്തുകളോ ഗീതയോ പഠിച്ചതോ ഒന്നും തന്നെ പഠിക്കാൻ വേണ്ടി ഒന്നും പഠിച്ചില്ല. ഒക്കെ ഈ അധ്യാത്മരുചിയിൽ അങ്ങോട്ട് പഠിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ, വിവേകാനന്ദ സ്വാമികൾ, സ്വാമി രാമതീർത്ഥൻ, ഇങ്ങനെ പല മഹാത്മാക്കളുടെ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ കുട്ടിക്കാലം മുതൽക്ക് മഹർഷിയുമായിട്ടൊരു സമ്പർക്കം. നമ്മളുടെ കുടുംബത്തിൽ ഒരാൾ മഹർഷിയുടെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു മഹാത്മാ, അദ്ദേഹത്തിനെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണും. പിൽക്കാലത്ത് പിന്നെയാണ് രമണാശ്രമത്തില് ഒരു 20 വർഷം മുമ്പ് ഒരു ശിവരാത്രി ദിവസം ആശ്രമത്തിൽ ആദ്യമായിട്ട് പോയി. അന്ന് മഹർഷിയുടെ പാർഷദന്മാരായ ചിലരൊക്കെ അന്നും അവശേഷിക്കുന്നുണ്ട്, ചിലരൊക്കെ ബാക്കിയുണ്ട്. കുഞ്ചുസ്വാമി, ബാലരാമ റെഡ്ഡി, അങ്ങനെ ചിലരൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരിടത്തൊക്കെ അടുത്ത് പരിചയമുണ്ടായിരുന്നു. ഇന്നും 1-2 പേര് ബാക്കിയുണ്ട്. അതിൽ ചിലരൊക്കെ വളരെയധികം അനുഗ്രഹിച്ചു. അവരുടെയൊക്കെ കൃപയാണ് ഈ ജന്മം സഫലമാവാൻ ഒരു വഴിയായിട്ട് തീർന്നത്. അതിനെല്ലാത്തിനും മേലെ രമണ ഭഗവാന്റെ ആ സന്നിധി, ആ സമാധി, ആ അധിഷ്ഠാനം ഇന്നും പ്രബലമാണ്. അവിടെ എത്രയോ പേർക്ക് മഹർഷിയുടെ സമാധിക്ക്, മഹാസമാധിക്ക് ശേഷവും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുണ്ട് ആ സന്നിധിയിൽ വെച്ച്. എനിക്ക് പരിചയമുള്ള ചില ആളുകൾ തന്നെ
സ്വരൂപജ്ഞാനസിദ്ധന്മാരായി ആ സന്നിധിയിൽ നിന്നും ജ്ഞാനസിദ്ധിച്ചവരായിട്ട് അവിടെ ഇവിടെ ഏകാന്തത്തിൽ വസിക്കുന്നവരുണ്ട്. അത്ര പ്രബലമായ സന്നിധിയാണ് പലയിടത്തും കുട്ടിക്കാലം മുതൽ ഏകദേശം ഒരു 13 വയസ്സ് മുതൽ അലഞ്ഞു നടന്നതിന് ഒരു അറുതി വരുത്തിയത് എന്ന് പറയാം. അരുണാചലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 13-14 വയസ്സിൽ തന്നെ മഹർഷിയുടെ ഈ ജ്ഞാനവിചാര മാർഗം, ആത്മവിചാര മാർഗം ഉള്ളില് അല്പം തെളിഞ്ഞിരുന്നു. അതിനൊക്കെ ഒരു വഴികാട്ടും വഴിയും തെളിച്ചവും ഒക്കെ ഉണ്ടായി തിരുവണ്ണാമലയിൽ പോയപ്പോ. പക്ഷെ ആ ഒരു 10-18 വർഷം ഇപ്പൊ കഴിഞ്ഞു ആദ്യമായിട്ട് പോയ ശേഷം. ഇന്നും അത് പ്രബലമായി പുഷ്ടിപ്പെട്ടു വന്ന് ഭഗവാന്റെ കൃപ വിഴുങ്ങിക്കളയാനായിട്ട് ഭഗവാൻ ഒരു ഭാഗ്യം ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോ നിങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് രമണ മഹർഷിയെ കുറിച്ച് എന്തെങ്കിലും പറയുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ വിളമ്പാൻ കഴിയണം. ഒരു പ്രസംഗം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എന്തോ ആ കിട്ടിയ ഒരു ആനന്ദത്തിനെ മഹർഷിയുടെ പാർഷദന്മാരായിട്ടുള്ളവര് പറഞ്ഞ ആ ഭാവത്തിനെ അല്പം ഉള്ളിൽ വെച്ചുകൊണ്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇതിന്റെയൊക്കെ ലക്ഷ്യം മഹർഷി ഏതൊരു സത്യത്തിനെ കണ്ടെത്തിയോ ആ സത്യം നമുക്കും പ്രകാശിക്കുമ്പോഴേ ലക്ഷ്യം പൂർണ്ണമാവുള്ളൂ. അതിനൊരു ആരംഭമായിട്ട് തീരട്ടെ ഈ സത്സംഗം. ഇനിയും എത്രയോ ആചാര്യന്മാരും ഗുരുക്കന്മാരെയും ഒക്കെ ആരെങ്കിലുമൊക്കെ പറയാൻ വരും. എല്ലാ ഗുരുക്കന്മാരും ഒന്നാണ്. ആരൊക്കെ സത്യം കണ്ടെത്തിയവരാണോ അവരൊക്കെ ഒന്നാണ്. സത്യമേ ഉള്ളൂ, വ്യക്തികളില്ല. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്നാണ്. ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ദൃഷ്ടിക്കാണ്. അയാൾ ബ്രഹ്മമാണ്. അങ്ങനെ സത്യം നമ്മളും കണ്ടെത്തി സ്വതന്ത്രരാവാനും ശാന്തി നേടാനും ജീവിതത്തിൽ സമ്പൂർത്തിയും ധന്യതയും ഉണ്ടാവാനും എല്ലാ മഹാത്മാക്കളും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രുതി തന്നെ ഒരു ആശീർവാദം തരുന്നുണ്ട്. സ്വസ്തി വഃ പാരായ തമസഃ പരസ്ഥാത് എന്ന് പറയും. നമുക്കൊക്കെ ഇരുട്ടിന്റെ അപ്പുറം കടക്കാനും സത്യത്തിനെ കണ്ടെത്താനും എല്ലാ ഭാവുകങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ശ്രുതിമാതാവ് തന്നെ ആശീർവദിക്കുന്ന ഈ വചനത്തോടുകൂടെ ഞാൻ ഈ സത്സംഗം ഭഗവാന്റെ പാദത്തില് അർപ്പിക്കുകയാണ്. സത്യസായി സേവാ സമിതി വലിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനൊരു ഗുരുപരമ്പരയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഈ ഉദ്യമം അവർക്ക് മേൽ നല്ലവണ്ണം പറയുന്ന ആളുകൾ വന്ന് ഇനിയും നിങ്ങൾക്കൊക്കെ മഹാത്മാക്കളെക്കുറിച്ചും നമ്മളുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചും നമ്മളുടെ ലക്ഷ്യത്തിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു മാർഗദർശനമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.